ട്ടെ ഈ 2026 ആമേൻ രണ്ടാമത്തെ ആഴ്ച 14-ാം തീയതി ഇപ്രകാരം ദൈവസന്നിധിയില് എബനേസർ മലയാളം ഫെലോഷിപ്പ് ചർച്ചുമായിട്ട് ചേർന്ന് ഹല്ലേലൂയ എല്ലാ ദൈവമക്കളുമായിട്ട് ചേർന്ന് അനേക രാജ്യങ്ങളിൽ നിന്ന് അനേക സഭകളിൽ നിന്ന് ഇന്ന് പകൽക്കാലം ഇവിടെ ജോയിൻ ചെയ്ത എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തില് എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. വിശേഷാല് പേപ്പർ ആന്റിയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്നേക്ക് ആമേൻ 25 ആമേൻ വർഷങ്ങൾക്ക് മുമ്പാണ് ആമേൻ ഞാൻ നേരിട്ട് ആ ദാസിയെ കണ്ടത്. അന്ന് ദൈവത്തിന്റെ ഒരു ദൈവ പൈതലായിരുന്നു. ആമേൻ സുവിശേഷ വേലയോട് ആമേൻ പാസ്റ്ററിന്റെ മിസ്സസ് അല്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. എങ്കിലും തന്നിൽ അനേക കൃപകൾ ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അതൊക്കെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. മുഖവര പറഞ്ഞു പോയാൽ നമുക്ക് ഈ 1 മണിക്കൂർ കൊണ്ട് സാക്ഷ്യവും ആമേൻ വചനവും ഒന്നും പറഞ്ഞു തീരാൻ പറ്റത്തില്ല. ഇന്ന് പകൽക്കാലം എന്നെ പോലെ എല്ലാവരും കഴിവുള്ളവരെ ഇവിടെ ഇരിക്കുന്നത്, ആരും കുറഞ്ഞവരല്ല. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഒരുമിച്ച് ശുശ്രൂഷ ചെയ്യാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. അനേക ദൈവദാസന്മാർ കുടുംബമായിട്ട് ഇതിനകത്തുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാവരെയും സ്വർഗം ഹല്ലേലൂയ അനുഗ്രഹിക്കട്ടെ. വിശേഷാല് ആമേൻ ഞങ്ങളുടെ ഡൽഹിയിൽ ഉണ്ടായിരുന്ന രവി സാറിന്റെ മിസ്സസ് ജയ ആന്റിയെ എനിക്ക് ഫേസ് ടു ഫേസ് ഇപ്പോൾ മനസ്സിലാവുന്നു. എന്നെ അറിയുന്നവര് പലരും ഇതിനകത്തുണ്ടെന്ന് എനിക്ക് അറിയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം ആമേൻ ആന്റിയുമായിട്ട് അനേക നാളുകൾ ഞങ്ങള് ഡൽഹിയിലെ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചില് ആമേൻ കമ്പൈൻ വർഷിപ്പിനൊക്കെയും ആമേൻ കൂടിയിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം ആന്റിയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അവരും കർത്താവിന്റെ വേലയിലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് വിദേശത്ത് കുഞ്ഞുങ്ങളുടെ കൂടെ ആയിരിക്കുന്നെന്ന് ഞാൻ ആമേൻ വിശ്വസിക്കുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ വചനത്തിലൂടെയും ഞാൻ വിചാരിച്ചു എന്റെ സാക്ഷ്യവും വചനവും കൂടെ ആമേൻ മിക്സ് ചെയ്ത് അങ്ങ് പറയാമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവാത്മാവ് എങ്ങനെ നയിക്കുന്നുവോ അങ്ങനെ ആമേൻ ചെയ്യുവാൻ ദൈവകരങ്ങളിൽ എന്നെ തന്നെ ഞാൻ ഏൽപ്പിക്കുകയാണ്. നിങ്ങളോ പ്രാർത്ഥനയോടെ ആയിരിക്കുന്നുവെങ്കിൽ, ആവശ്യബോധത്തോടെ ആയിരിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം നമ്മളോട് ഓരോരുത്തരോടും സംസാരിപ്പാൻ സ്വർഗത്തിലെ ദൈവം കടന്നു വന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി പകരുന്ന ഒരു ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി ഇന്ന് പകൽക്കാലം നമ്മളിൽ പകരുവാനായിട്ട് ആമേൻ ദൈവത്തിന്റെ ആത്മാവ് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ആത്മാവ് ഇല്ല എങ്കിലോ, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ഇല്ല എങ്കിലോ നമ്മൾ ആരും ഈ 2026 14-ാം തീയതി ഇവിടെ ഇങ്ങനെ ഈ സൂം മീറ്റിംഗിൽ ഇരിക്കയില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം നമുക്ക് തന്നിരിക്കുന്ന എല്ലാ ആമേൻ കൃപകൾ ഓർത്ത്, നമ്മുടെ ആമേൻ സൂക്ഷിപ്പിനെ ഓർത്ത്, ആമേൻ നമ്മുടെ ആയുസ്സിനെ ഓർത്ത്, നമ്മുടെ ആരോഗ്യത്തെ ഓർത്ത് ഇന്ന് പകൽക്കാലം നമ്മൾ നന്ദി അർപ്പിച്ചുകൊണ്ട് ദൈവകരങ്ങളിലേക്ക് എന്നെ ഈ മീറ്റിംഗിലേക്ക് ക്ഷണിച്ച ഫേവ ആന്റിയും കുടുംബത്തെയും ആമേൻ ദൈവദാസനാണ്, കുടുംബമാണ് അവരെയും ആമേൻ ദൈവനാമത്തിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് എന്നെ തന്നെ ഏൽപ്പിക്കുന്നു. അല്പമായിട്ട് ഫേവ ആന്റി എന്നെ കുറിച്ച് പറഞ്ഞല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞങ്ങള് ഡൽഹിയുടെ പ്രദേശത്ത് 38 വർഷക്കാലം ആമേൻ ആയിരുന്നു. ആമേൻ 3 വർഷമായി ഞങ്ങളിപ്പോൾ ആമേൻ ഇവിടെ നാട്ടിൽ സെറ്റിലായി. കുഞ്ഞുങ്ങളുടെ അടുത്ത് 6 മാസം കൂടുമ്പോൾ പോകേണ്ടത് കൊണ്ടും ആമേ അങ്ങോട്ട് പലപ്പോഴും പോകേണ്ടത് കൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ആമേൻ റിട്ടയർമെന്റ് എടുത്ത് ഇവിടെ ആയിരിക്കുന്നു. ആമേൻ. അല്ലെങ്കിൽ ദൈവഹിതമെങ്കിൽ ഞാൻ ഈ ആഴ്ച ഒടുവില് വീണ്ടും അങ്ങോട്ട് കടന്നു പോകുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയെ ചോദിക്കുന്നു. ഈ മീറ്റിങ്ങിനെ കുറിച്ച് അറിഞ്ഞ അന്ന് മുതൽ ഹല്ലേലൂയ ഹേബ വർഗീസ് കുടുംബം, പ്രൈസ് ദി ലോർഡ്, ശുശ്രൂഷ സഭ എല്ലാവരെയും ഓർത്ത് ആമേൻ 2 നേരത്തിന് 3 നേരവും പ്രൈസ് ദി ലോർഡ് പ്രാർത്ഥിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഇന്ന് വരെ ഈ നിമിഷം വരെ കൃപ തന്നു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ഹല്ലേലൂയ. എന്നെക്കാളും വചന പാണ്ഡിത്യവും ആമേൻ ദൈവ കൃപയും കൃപാവരങ്ങളും ഉള്ളവരാണ് നിങ്ങൾ എല്ലാവരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ അത് വിശ്വസിക്കുന്നു. എന്നാൽ ഹല്ലേലൂയ എനിക്ക് ആത്മാവ് പ്രകാശനം തന്ന ഒരു വേദഭാഗത്തിലേക്ക് നമുക്ക് കടക്കാം. 1 രാജാക്കന്മാരുടെ പുസ്തകം 14-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം ഞാൻ തന്നെ വായിക്കാം. താനോ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്ന് ഒരു ചൂരച്ചെടിയുടെ തണലിലിരുന്നു മരിപ്പാൻ ഇച്ഛിച്ചു. ആമേൻ. ഹല്ലേലൂയ.
ആമേൻ. തിശ്ബ്യനായ ഏലിയാവിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നമുക്ക് ഏലിയാവിന്റെ ചരിത്രങ്ങളും ഏലിയാവിനെ കുറിച്ചൊക്കെ അറിയാം. പ്രൈസ് ദി ലോർഡ്. വീരനായ അത്ഭുത അങ്ങളൊക്കെ ചെയ്ത ഒരു ആമേൻ ഇവിടെ ഹല്ലേലൂയ കരുതുന്ന ഒരു ദൈവത്തെ കുറിച്ചാണ് ഇന്ന് പകൽക്കാലം ഞാൻ അല്പസമയം ആമേൻ ഹല്ലേലൂയ നിങ്ങളുടെ മധ്യേ ഹല്ലേലൂയ സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആവശ്യമുള്ളവര് ആമേൻ ദൈവത്തിന്റെ വചനമാണ് ഏറ്റവും വലിയ പ്രവചനം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വചനത്തിലൂടെ ആമേൻ സംസാരിക്കുമ്പോൾ അത് നിങ്ങൾ റിസീവ് ചെയ്തു കൊള്ളണം, നിങ്ങൾ അത് ഏറ്റെടുത്തു കൊള്ളണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം നമ്മുടെ ദൈവം ഹല്ലേലൂയ ആമേൻ ഏലിയാവിനെ കരുതിയ വിധങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഏലിയാവിനെ കുറിച്ച് പറയുമ്പോൾ ആമേൻ ഏലിയാവ് അത്ഭുതങ്ങൾ ചെയ്തവനാ, ഹല്ലേലൂയ അടയാളങ്ങൾ ചെയ്തവനാ, വീര്യപ്രവൃത്തികൾ ചെയ്തവനാ. എന്നാൽ നിസ്സാര ഒരു ആമേൻ സ്ത്രീയുടെ വാക്കിന്റെ മുൻപിൽ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഒരു സ്ത്രീയുടെ വാക്കിന്റെ മുൻപിലോ ഇതാ അവൻ മരിപ്പാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് പകൽക്കാലം ആമേൻ ഹല്ലേലൂയ സിംഗപ്പൂർ എബനേസർ ചർച്ചിലോ ആയിരിക്കുന്ന ദൈവമക്കളോട് എനിക്ക് പറയുവാനുള്ളത്, ശത്രു ആമേൻ ഹല്ലേലൂയ എത്രത്തോളം അതിശക്തമായി നമുക്കെതിരായി കടന്നു വരും. ആമേൻ അത്ഭുതങ്ങൾ അടയാളങ്ങളിലല്ല, ആമേൻ നാം ക്രിസ്തുവിൽ നിലനിൽക്കുന്നതാണ് ദൈവം സന്തോഷിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതെല്ലാം അതിന്റെ മുറയായി നടന്നുകൊള്ളും. നാം ദൈവസന്നിധിയിൽ ആമേൻ എപ്രകാരം ആയിരിക്കുന്നുവോ അപ്രകാരമാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം വിടുതൽ ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കരയുന്ന ഒരു കുഞ്ഞിന് മാത്രമേ എന്തു കിട്ടത്തുള്ളൂ? പാല് കിട്ടത്തുള്ളൂ. അങ്ങനെയെങ്കിൽ ദൈവമക്കളായിരിക്കുന്ന നാം ദൈവസന്നിധിയിൽ എന്ത് ചെയ്യണം? ആമേൻ ഹല്ലേലൂയ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും നമ്മുടെ മധ്യേ ഉണ്ട്. അവനോട് നാം ചോദിച്ചാൽ അവൻ നമുക്ക് വേണ്ടി ഹല്ലേലൂയ വേണ്ടിയതെല്ലാം തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ഭൗതികത്തിന്റെ പുറകെ മാത്രം പോയി കഴിഞ്ഞാൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ എന്തുണ്ടാകും? ഹല്ലേലൂയ ആമേൻ കോട്ടം ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് അനേക ഹല്ലേലൂയ സഭകളില് അനേക ദൈവ മക്കളുടെ ഇടയില് ദൈവദാസന്മാരുടെ ഇടയിലോ അല്ലെങ്കിൽ എന്തുകൊണ്ട് പരാജയങ്ങള്, പ്രതികൂലങ്ങള്, പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു? ദൈവം ആഗ്രഹിക്കുന്ന ആഴങ്ങളില് ദൈവം അല്ലെങ്കിൽ നമ്മളോട് പറയുന്ന ആ പർട്ടിക്കുലർ ടൈമില് ആ വേണ്ട രീതിയിൽ നാം ദൈവത്തോട് ചേർന്ന് ദൈവത്തിൽ നിന്ന് പ്രാപിക്കാതെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി പോകുമ്പോൾ അവിടൊക്കെ എന്താണ്? ശൂന്യത, അവിടൊക്കെ പ്രതികൂലങ്ങള്, അവിടൊക്കെ പ്രശ്നങ്ങളാണ്. ഇവിടെ പറയുന്നത് ഏലിയാവ് എന്ത് ചെയ്യുകയാണ്? ആമേൻ ആഹാബിന്റെ രഥം പൂട്ടി രഥത്തിന്റെ മുൻപിൽ ഓടിയവനാണ്. ഹല്ലേലൂയ. തീ കൊണ്ട് അരുളി ചെയ്ത് ആമേൻ ഹല്ലേലൂയ ആമേൻ അത്ഭുതം ചെയ്ത ദൈവമാണ്. എന്നാൽ ഒരു സ്ത്രീയുടെ വാക്കിൽ നാളെ ഈ നേരത്ത് ആമേൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു? ആമേൻ ഹല്ലേലൂയ നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഒരു വാക്കിന്റെ മുമ്പിൽ പതറിയെങ്കിലോ, ഒരു വാക്കിന്റെ മുൻപിൽ വീണുവെങ്കിലോ, ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് എനിക്ക് പറയുവാനുള്ളത് ആമേൻ പ്രതികൂലങ്ങൾ കടന്നു വരും. ആമേൻ മൂർച്ച കൂടിയ വാക്കുകൾ കടന്നു വരും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നമ്മളെ വീഴ്ത്തുവാൻ ശത്രു എങ്ങനെയാണ് പ്ലാൻ ഇടുന്നതെന്ന് നമുക്കാർക്കും അറിയത്തില്ല. എന്നാൽ നാം എന്തായി തീരണം? ദൈവസന്നിധിയിൽ ഹല്ലേലൂയ ആ ശത്രുവിന്റെ തന്ത്രങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ആ ശത്രുവിന്റെ തന്ത്രങ്ങളെ തകർപ്പാനുള്ള ഒരു ദൈവ കൃപ നാം ഏറ്റെടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ലിസി ദാനിയേൽ എന്ന് പറയുന്ന ആന്റിയോട് പറയുന്നു, ശുശ്രൂഷയുടെ മുഖത്ത് വെളിപ്പെടുവാൻ തക്കവണ്ണം ആമേൻ കഴിയാതെ വണ്ണം ശത്രു ഒതുക്കി വ്യാപരിക്കുന്ന എല്ലാ പോരുകളെ മനസ്സിലാക്കിക്കൊണ്ട് എന്റെ ദാസിയൊന്ന് കുടഞ്ഞെഴുന്നേൽക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ പകൽക്കാലം ഓർപ്പിച്ചുണർത്തുകയാണ്. നിന്റെ കണ്ണുനീരിന്റെ മുൻപില് മറികടക്കാതെ നിൽക്കുന്ന ഒരു ദൈവമാണ് ഇന്ന് പകൽക്കാലം ആത്മാവില് ദൂത് വിളിച്ചു പറയുന്നത്. ഏറ്റെടുത്ത് ഇന്ന് പകൽക്കാലം വിടുതലെടുക്ക്. ശൂന്യത എന്ന് കാണുന്ന അടകതല ഭൗഷാദവലഭ നിന്നെ ഭയപ്പെടുത്തുന്ന, നിന്നെ ഭീതിപ്പെടുത്തുന്ന, നിന്നെ തകർക്കുവാൻ നോക്കുന്ന ചില പോരുകള് നിന്റെ കുടുംബത്തില്, നിന്റെ തലമുറയിൽ ഉണ്ട്. അതിനെ ഇന്ന് രാമൻ പകൽക്കാലം ഷൗഡികരകതല ആത്മാവിൽ തകർക്കണം. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ളവനാണ്. പ്രൈസ് ദി ലോർഡ്. ഏലിയാവ് അതാ ഹല്ലേലൂയ
ഒരു വാക്കിന്റെ മുമ്പിൽ, ഒരു ആമേൻ സ്ത്രീയുടെ മുൻപിൽ, ആമേൻ ഹല്ലേലൂയ, ഇസബേലിന്റെ മുമ്പിൽ വീഴുവാൻ തുടങ്ങി. അങ്ങനെയെങ്കിൽ ദൈവമക്കളായിരിക്കുന്ന നമ്മുടെ ജീവിതത്തില് പ്രശ്നങ്ങൾ എത്രയെത്ര കടന്നു വന്നിട്ടുണ്ട്, എത്രയെത്ര പ്രതികൂലങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. വീഴുവാൻ തക്കവണ്ണം ശത്രു തള്ളിയെങ്കിലും ആമേൻ വീഴാതെ നിർത്തിയിരിക്കുന്ന ആ ദൈവ കൃപയോർത്ത് ഇന്ന് പകൽക്കാലം നാം ദൈവസന്നിധിയിൽ 2026 14-ാം തീയതി നാം ദൈവത്തെ ഉയർത്തണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ദൈവത്തെ ഹല്ലേലൂയ. എത്ര നമ്മൾ സ്തുതിച്ചാലും നമുക്ക് മതി വരികയില്ല ദൈവമക്കളെ. നമ്മുടെ പ്രാണന് വേണ്ടി ചെയ്തത് നമുക്ക് വിവരിക്കാൻ പറ്റുമോ ദൈവമക്കളെ? ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവം അത്ഭുത മന്ത്രി, അവൻ വീരനായ ദൈവമാണ്, അവൻ നിത്യപിതാവാണ്. പ്രൈസ് ദി ലോർഡ്. നാളെ ഈ നേരത്ത് ഞാൻ നിന്റെ ജീവനെ അവരിൽ ഒരുത്തന്റെ ജീവനെ പോലെ ആക്കുന്നില്ല എങ്കിൽ ആമേൻ ദേവന്മാർ എന്നോട് തക്കവണ്ണവും അധികവും ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഏലിയാവിന് എന്ത് ചെയ്തു? ഭയം വന്നു. പ്രൈസ് ദി ലോർഡ്. പേടി വന്നു. ഹല്ലേലൂയ. അവൻ ആ സ്വയത്തിൽ ആശ്രയിച്ചു. പ്രൈസ് ദി ലോർഡ്. ആ ദൈവത്തിന്റെ കൃപ ആമേൻ അല്പസമയത്തേക്ക് ഹല്ലേലൂയ വിട്ടുമാറുവാൻ ഇടയായി തീർന്നു. അതുകൊണ്ടാണ് ഏലിയാവ് അവിടെ പരാജയപ്പെടുന്നത്, അവിടെ വീഴുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ പരാജയം എപ്പോഴാണ് കടന്നു വരുന്നത്? നാം ദൈവത്തിൽ നിന്ന് അകന്നു മാറുമ്പോൾ, നാം ദൈവത്തിൽ നിന്ന് ആമേൻ ഒരു പടിയെങ്കിലും ആമേൻ അകന്നു മാറുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങളെ കൊണ്ടുവരും. ആമേൻ രോഗങ്ങളിടും. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ചിലപ്പോൾ ചില തട്ടുകളൊക്കെ തരും. എന്തിനാണ്? നമ്മളെ കറക്റ്റ് ചെയ്യുവാൻ വേണ്ടി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഏലിയാവിന്റെ ജീവിതത്തിലോ ആമേൻ ശോധന കടന്നു വന്നപ്പോൾ, ഇത്രമാത്രം വലിയ പിന്മാറ്റം കടന്നു വന്നപ്പോൾ, ആ ഭീഷണിയുടെ മുമ്പില് ആമേൻ ഹല്ലേലൂയ താൻ തളർന്നു പോയപ്പോൾ ഇതാ അവിടെ ഒരു അത്ഭുതം നടക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ ഹല്ലേലൂയ. അവൻ പരവശനായി. പക്ഷെ ഏലിയാവ് ദൈവത്തിങ്കിലേക്ക് നോക്കാതെ താൻ തന്നിലേക്ക് തന്നെ നോക്കുവാൻ ഇടയായി. നാം നമ്മിൽ തന്നെ നോക്കുമ്പോഴാണ് പരാജയം കടന്നു വരുന്നത്. പ്രശ്നങ്ങളുടെ മധ്യേ, പ്രതികൂലങ്ങളുടെ മധ്യേ എന്തു ചെയ്യണം? നാം ക്രിസ്തുവിലേക്ക് നോക്കണം. വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അവൻ വഴിയിലിട്ട് ഏറ്റുപോകുന്ന ദൈവമല്ല. ഏലിയാവിന് വേണ്ടി കരുതിയ ദൈവം ഇന്ന് പകൽക്കാലം എബനേസർ ഫെലോഷിപ്പിലോ ആരാധിക്കുന്ന ദൈവജനമേ, ഏതു രാജ്യങ്ങളിൽ ഇരുന്നായിരുന്നാലും ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവിന് പറയുവാനുള്ളത് ആമേൻ ഹല്ലേലൂയ. നാം നമ്മിൽ ആശ്രയിക്കാതെ, നാം നമ്മിലോട്ട് നോക്കാതെ, പ്രശ്നങ്ങളെ കണ്ട് ഭയപ്പെടാതെ പ്രശ്നങ്ങളെ ദൈവജനങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ അവിടെ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി വെളിപ്പെടുവാൻ ഇടയായി തീരും. പ്രൈസ് ദി ലോർഡ്. താഴോട്ട് വായിക്കുമ്പോൾ നമുക്കറിയാം ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ, ആമേൻ ആമേൻ. കഴിഞ്ഞ ആമേൻ തലേ ദിവസം വരെ ഏലിയാവ് എന്ത് ചെയ്തു? ആമേൻ ഹല്ലേലൂയ ആഹാബിന്റെ രഥത്തിന്റെ മുൻപിൽ ഓടിയവന്. പ്രൈസ് ഗോഡ്. ആമേൻ പറയുകയാണ്. അതിന്റെ ആമേൻ 18 മേളിലോട്ട് വായിക്കും. ആഹാബ് ഭക്ഷിച്ച് പാനം ചെയ്യുന്നതിന് മലയിൽ കയറി. ഏലിയാവോ കർമ്മേൽ പർവ്വതത്തിന്റെ മുകളിൽ കയറി നിലത്ത് കുനിഞ്ഞ് മുഖം തന്റെ മുഴങ്കാലുകളുടെ നടുവിൽ വെച്ചു. കണ്ടോ? ഇത്രയൊക്കെയും ഹല്ലേലൂയ പ്രാർത്ഥിച്ച് പ്രവർത്തിച്ച ആമേൻ ദൈവദാസന്റെ ജീവിതത്തിലോ ഇതാ ഹല്ലേലൂയ ആമേൻ ഒരു വാക്കിന്റെ മുമ്പിൽ വീണു എങ്കിലോ ആമേൻ. മോളി ഫിലിപ്പാന്റെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു. കഴിഞ്ഞ നാളുകളിലോ നീ വേദനപ്പെട്ട, നിന്നെ വീഴ്ത്തുവാൻ നോക്കിയ ശത്രുവിന് ആമേൻ ആമേൻ തകർക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ മേലോ ആത്മാവിന്റെ ഒരു പകർച്ച തന്നിട്ടുണ്ട്. ഈ നാളുകളിലോ അതിനെ ഒന്ന് പുതുക്കണം. ചുടമനരകടവ കൊല്ലന്റെ ആലയിലോ ആമേൻ ചിലത് ആമേൻ ഹല്ലേലൂയ ആമേൻ കത്തിരാകുവാൻ ചെല്ലുന്നത് പോലെ ഈ ദിവസങ്ങളിലോ ദൈവത്തിന്റെ ആലയത്തിലേക്ക് ഒന്ന് രാകേണ്ടതിന് ഏൽപ്പിച്ചു കൊടുക്ക. ദൈവം ചിലത് ചെയ്യിക്കാൻ ആഗ്രഹിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കണം. മരിപ്പാൻ ആഗ്രഹിച്ച ഏലിയാവിന് വേണ്ടി ഇതാ ആമേൻ അവിടെ കരുതുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്ത്? ആമേൻ അവനെ തട്ടി ഉണർത്തു ദൂതൻ ചെന്ന്. പ്രൈസ് ഗോഡ്. ആമേൻ. നമ്മള് ദൈവത്തിന് വേണ്ടി നിന്നെങ്കിലോ, നാം ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ആയിത്തീർന്നു എങ്കിലോ ദൈവം നമ്മളെ തകർത്ത് കളയയില്ല. ആമേൻ. ഒരുപക്ഷെ
പേടി നമുക്കുണ്ടാകാം, ഭയം നമുക്കുണ്ടാകുക. ശത്രു മുമ്പിൽ വീഴുവാൻ തുടങ്ങുമ്പോൾ ദൈവം തന്റെ ദൂതനെ വിട്ട് നമ്മെ തട്ടി ഉണർത്തിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മളെ എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവമാണ്. അവിടെ എന്താണ്? ദൂതനെ ഹല്ലേലൂയ അയച്ച് ഏലിയാവിനെ തട്ടി ഉണർത്തുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, നിങ്ങളുടെയും ജീവിതത്തില് ഇതേ അനുഭവങ്ങള് കഴിഞ്ഞ നാളുകളില് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചെയ്തു തന്നില്ലേ? ആമേൻ. പലതും ഹല്ലേലൂയ ഭാരപ്പെട്ട് ഉറങ്ങിക്കിടന്നപ്പോൾ, ആമേൻ ഹല്ലേലൂയ ആത്മീയ ഉറക്കം സംഭവിച്ചപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് കടന്നു വന്ന് ആമേൻ എന്നെയും നിന്നെയും തട്ടി ഉണർത്തി. ആമേൻ എഴുന്നേൽപ്പ്, ആമേൻ ഭക്ഷിപ്പാൻ കൊടുത്തു. നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ട്. ഇന്ന് പകൽക്കാലം ദാസിമാരെ, ദാസന്മാരെ, ചില ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി ചില ദൂരയാത്ര ചെയ്യുവാനുണ്ട്. ഒന്ന് ഏൽപ്പിച്ചു കൊടുക്ക്. എന്റെ ജീവിതത്തില് ആമേൻ പറയുകയാണെങ്കിൽ ഈ ദൈവം വലിയ ദൈവമാണ്, വലിയ ദൈവമാണ്. എനിക്ക് വേണ്ടി, എന്റെ തലമുറയ്ക്ക് വേണ്ടി കരുതിയത് ഓർത്തു കഴിഞ്ഞാൽ വർണ്ണിപ്പാൻ നാവ് പോരാ. ഹല്ലേലൂയ. പ്രതിസന്ധികളുടെ മുമ്പില്, പ്രതികൂലങ്ങളുടെ മുമ്പില് ആമേൻ 1991 ഞാൻ ഫേബയ ആന്റിയുടെ ഭവനത്തിലേക്ക് ചെല്ലുന്നത്. പ്രതികൂലങ്ങള് ആമേൻ അകത്തു പീഡന, പുറത്തു പീഡന, ആമേൻ നിൽപ്പാൻ കഴിയാതെ വന്നപ്പോൾ അത്യന്ത ശക്തിയുണ്ട്, എന്നാൽ അന്യഭാഷയില്ല. ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, ഞാൻ ആന്റിയെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളുടെ ഹല്ലേലൂയ ജനപുരിയില് ഒരു ലീലാമ്മ ആന്റി ഉണ്ടായിരുന്നു. ഞങ്ങൾ കണ്ണാടി അമ്മാമ്മ എന്നാണ് വിളിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആന്റിയുമായി ഞാൻ ആന്റിയുടെ വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു, നമുക്ക് ഫേബയ ആന്റിയുടെ അടുത്ത് വരെ പോകാം, എനിക്ക് ഇന്ന് അഭിഷേകം പ്രാപിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ 91 അന്ന് എന്റെ കുഞ്ഞിന് ഹല്ലേലൂയ 7 മാസം 8 മാസം പ്രായമുണ്ട്, എന്റെ മൂത്ത മോൾക്ക്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഞാൻ അവിടെ പോയി, ഞാൻ ആരാധിക്കുന്ന കണ്ടപ്പോൾ ഫേബയ ആന്റി എന്നോട് ചോദിച്ചു, ജോളി സിസ്റ്റർ അഭിഷേകം പ്രാപിച്ചല്ലേ? ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, ശക്തിയേ ഉള്ളൂ, അന്യഭാഷയില്ല. എന്നാൽ ഞങ്ങൾ 3 പേരും കൂടെ മുഴങ്കാൽ മടക്കിയപ്പോൾ അതിന്റെ അത്യന്ത ശക്തി മാത്രമല്ല, അന്യഭാഷ അടയാളത്താൽ സ്വർഗത്തിലെ ദൈവം അന്ന് പകൽക്കാലം എന്നെ നിറയ്ക്കുവാൻ ഇടയായി തീർന്നു. എന്നെ ഈ ഗ്രൂപ്പിലേക്ക് ഞാൻ വർഷങ്ങൾ തൊട്ട് ഫേബയ ആന്റിയെ തപ്പുകയായിരുന്നു. പക്ഷേ എനിക്ക് ഒരു ഇൻഫർമേഷനും കിട്ടിയില്ല. ആമേൻ ഹല്ലേലൂയ. കഴിഞ്ഞ ആഗസ്റ്റ് മാസത്തിലോ ആമേൻ ഹല്ലേലൂയ ഞാൻ ആമേൻ ഹല്ലേലൂയ ഡാളസില് എന്റെ മൂത്ത മകളുടെ വീട്ടിലായിരിക്കുമ്പോൾ ഞാൻ കടന്നുപോയ ആരാധിച്ച മാമച്ചൻ പാസ്റ്ററിന്റെ കുടുംബം അവിടെ കടന്നു വരുവാൻ ഇടയായി തീർന്നു. എന്റെ മോള് അവരുടെ ചർച്ചിലാണ് ഇപ്പോൾ പോകുന്ന, സാം പാസ്റ്ററിന്റെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ ആയിരുന്നപ്പോൾ ആമേൻ ഹല്ലേലൂയ ഫേബയ ആന്റിയെ കുറിച്ച് ഞാൻ ചോദിച്ചു, വല്ല വിവരം ഉണ്ടോ അറിയാം. ഞാൻ പറഞ്ഞു, അയ്യോ ജോളി സിസ്റ്ററെ, ഫേബയ ആന്റി ഇന്ന് സിംഗപ്പൂരില് ദൈവത്തിന്റെ വേലയിലായിരിക്കുന്നു, ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, അത് ഞാൻ തരാമെന്ന് പറഞ്ഞു. അന്ന് തന്നെ എനിക്ക് തന്നു. അന്ന് മുതൽ ഇന്ന് വരെ ഇതിനകത്ത് ജോയിൻ ചെയ്യുവാൻ ദൈവം കൃപ. ദൈവമക്കളെ, നമ്മളെയൊക്കെ എവിടൊക്കെയാണ് ദൈവം കണക്ട് ചെയ്തിട്ടിരിക്കുന്നത്? പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ ആമേൻ ഹല്ലേലൂയ ആമേൻ കർത്താവേ മതി യഹോവേ, എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ നല്ല പറയേണ്ടത്. കർത്താവേ, ഈ പ്രതിസന്ധിയിൽ നിന്നുകൊണ്ട്, ഈ രോഗത്തിൽ നിന്നുകൊണ്ട്, ഈ പ്രശ്നത്തിനെ തരണം ചെയ്യുവാൻ ഒരു കൃപ എന്റെ മേൽ തരണമേ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഫേബ പോൾ ആന്റി, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ചില ഹല്ലേലൂയ അത്ഭുത ശക്തി, അത്ഭുത കരങ്ങൾ അനുഭവിച്ചറിഞ്ഞവളല്ലേ മകളെ നീ? ഹല്ലേലൂയ. ഓറി കബരമട കത്തലാര ബൗഡ കരുതുന്ന ദൈവത്തിന്റെ പ്രവൃത്തി കഴിഞ്ഞ നാളുകളില് എന്റെ ദാസി ഹല്ലേലൂയ കണ്ണാൽ കണ്ട് അമ്മേൻ ഹല്ലേലൂയ കുടുംബത്തിൽ അനുഭവിച്ചറിഞ്ഞവളാണ്. എന്നാൽ ഈ ദിവസങ്ങളില് പ്രതികൂലങ്ങളെ കണ്ട് ഭയപ്പെടുവാനല്ല, പ്രതികൂലങ്ങളെ അധീനിപ്പാനുള്ള ആ ദൈവത്തിന്റെ ഒരു അത്യന്ത പുതിയ ശക്തി 2026 ആരംഭത്തില് നിന്റെ ജീവിതത്തിൽ തന്നു നിന്നെ ആമേൻ ദൈവം ആമേൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വെക്കുവാൻ ആഗ്രഹിക്കുന്നു. തലമുറകളെ കുറിച്ച് നീ ഭാരപ്പെടണ്ട. തലമുറകളെ ദൈവകരങ്ങൾ ഏൽപ്പീര്. തലമുറകൾക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം ഹല്ലേലൂയ ഉയരത്തിലുണ്ട്. അത് 2026 ചില വിഷയങ്ങളുടെ മേൽ മറുപടി തന്ന് മാനിക്കാൻ പോകുന്നു. യേശുവിന്റെ നാമത്തിൽ ജയം വിട്ടക്കണം. ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. ദൂതൻ വന്ന് തട്ടി ഉണർത്തി ഏലിയാവിനെ. ഇതാ ഹല്ലേലൂയ പറയുകയാണ്, ആമേൻ എഴുന്നേറ്റ് ആമേൻ ഹല്ലേലൂയ അവന് കഴിപ്പാൻ കൊടുത്തു. ദൈവമക്കളെ, ആമേൻ ദൂതന്റെ ആമേൻ ദൈവത്തിന്റെ കരുതല് ഏലിയാവിനു വേണ്ടി ആമേൻ ദൂതൻ ഇറങ്ങി ചെന്നു. പ്രൈസ് ദി ലോർഡ്. പല ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ആമേൻ കാക്കയെ അയച്ചു പോഷിപ്പിച്ച ദൈവം. ഹല്ലേലൂയ. വിധവയുടെ ഭവനത്തിൽ കരുതിയ ദൈവം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം നമുക്ക്
നമുക്ക് വേണ്ടി കരുതുന്ന ദൈവം, ആമേൻ, ഏത് വഴിയാ കരുതുന്ന നമുക്കറിയത്തില്ല. അത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നാം അവന്റെ പ്രസൻസ് അനുഭവിച്ച് ദിനംതോറും അവന്റെ പാതയിലോട്ട് അവനോട് ചേർന്ന് അവൻ നടക്കുമ്പോഴാണ് ആ വിടുതലിന്റെ കരം, ഹല്ലേലൂയ, അവൻ സ്പഷ്ടവും വ്യക്തവുമായി നമുക്ക് രുചിച്ചറിയുവാൻ ഇടയുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൂതൻ വന്ന് തട്ടി ഉണർത്തി അവന് ഭക്ഷിപ്പാൻ കൊടുത്തു. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പല പ്രിയപ്പെട്ടവരുടെയും ജീവിതത്തില് ഇതേ അനുഭവങ്ങൾ അല്ലേ ദൈവമക്കളെ, ദൈവദാസന്മാരെ, ദൈവജനമേ? താവേൻ പലപ്പോഴും നാം മങ്ങിക്കിടക്കുമ്പോൾ, നാം മയങ്ങിക്കിടക്കുമ്പോൾ നമ്മളെ വന്ന് ദൂതനെ അയച്ച് ഒരു സ്വപ്നം തന്ന്, ഒരു ദർശനം തന്ന്, ഒരു വെളിപ്പാട് തന്ന് എന്നെയും നിന്നെയും തട്ടി ഉണർത്തുന്ന ഒരു നല്ല ഗുരു ഉയരത്തിലുണ്ട്. അവന്റെ പാദപീഠത്തിലേക്ക് ഇന്ന് പകൽക്കാലം ജനമേ ഒന്ന് മടങ്ങി വരുവാൻ ദൈവാത്മാവ് ആഹ്വാനം ചെയ്യുകയാണ്. എവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ വീഴ്ച വന്നിരിക്കുന്നത്? എവിടെയാണ് നാം പതറി നിൽക്കുന്നത്? എവിടെയാണ് നാം സംശയിച്ചു നിൽക്കുന്നത്? അതിൽ നിന്നൊന്ന് മടങ്ങി വരുവാൻ ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം ഈ ഗ്രൂപ്പിലായിരിക്കുന്ന ദൈവജനത്തെ ആഹ്വാനം ചെയ്യുകയാണ്. ഏതിലാണ് നാം വീണത്? പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനയിലാണോ? ആരാധനയിലാണോ? നാം ഇറങ്ങിത്തിരിച്ച വിശ്വാസം ഇന്നുണ്ടോ? നാം ഇറങ്ങിത്തിരിച്ച ആരാധന ഇന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്, ഗ്ലോറി. അന്നത്തെ ആരാധനയൊക്കെ ഞാൻ ഇന്ന് ഓർക്കുകയാണ്. ഇന്ന് സ്പൈൻ പ്രോബ്ലം ആയി പോയി, ആരാധിക്കാൻ പറ്റത്തില്ല അത്രത്തോളം. എങ്കിലും ആവോളം ആരാധിക്കുവാൻ ദൈവം കൃപ തന്നുകൊണ്ടിരിക്കും. ദൈവമക്കളെ, നമ്മുടെ ആഹാരം, നമ്മുടെ ഭക്ഷണം ദൈവിക ആരാധന ആയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ആത്മീയമായി നാം വളരണമെങ്കിലോ നാം ഹല്ലേലൂയ ആത്മാവിൽ നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കണം. പ്രതിസന്ധികൾ വരുമ്പോൾ ആമേൻ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും കൂട്ടുകാരെ വിളിച്ച് ഫോൺ ചെയ്ത് പറയുവാനല്ല. ഞാൻ പറഞ്ഞല്ലോ, അനുഭവങ്ങൾ ഒത്തിരിയുണ്ട്. ഈ ഏലിയാവ് എന്നെ ചില വർഷങ്ങൾക്ക് മുമ്പ് ഏലിയാവിന്റെ കരുതലിനെ ദൈവം എന്റെ ജീവിതത്തിലും കരുതിയതാണ്. തലമുറയുടെ വിഷയം എന്തായി തീരുമെന്നൊക്കെ ചിന്തിച്ച സ്ഥാനത്ത് ഈ കരുതുന്ന ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി അനുഭവിച്ചറിഞ്ഞവളാണ്. പ്രൈസ് ദി ലോർഡ്. അതിനുശേഷം ദൈവം കൃപാവരങ്ങൾ തന്ന് ഹല്ലേലൂയ 21 ദിവസം ചർച്ചിൽ ഉപവാസം നടക്കുമ്പോൾ ഞാൻ ഭക്ഷണം കഴിച്ചു കടന്നുപോയി. ദൈവത്തിന്റെ ആത്മാവ് പ്രവചനാത്മാവിലാൽ എന്നെ നിറച്ചു. അന്ന് അങ്ങയുടെ പാസ്റ്റർ ആന്റി ലിസി ആന്റി പറഞ്ഞു, ജോളി സിസ്റ്ററെ, ദൈവം സഭയോടുള്ള ദൂതാണ് പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലായില്ല. അന്നേരം എന്നെ ഞങ്ങളുടെ ലീലാമയാന്റി പിടിച്ചോണ്ട് അങ്ങ് പോയി. ഞങ്ങൾ ഒരുമിച്ച് ആന്റിയോട് പറഞ്ഞു, നീ മുഴങ്കാൽമേൽ ഇരുന്ന് ആരാധിക്കുവാൻ പറഞ്ഞു. ഞങ്ങൾ മണിക്കൂർ അവിടെ ഇരുന്ന് ആരാധിച്ചു. വീണ്ടും പിന്നെയും ആലയത്തിൽ കടന്നു വരുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ദൈവമക്കളെ പറയുവാനാണെങ്കിൽ ഒത്തിരി ഉണ്ട്. അനേകരെ ക്രിസ്തുവിൽ കാഴ്ചവെക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ തന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അവൻ വഴിയിലിട്ടേച്ചു പോകുന്ന ദൈവമല്ല. നമ്മുടെ അവിശ്വാസമാണ് പലപ്പോഴും നമ്മളിലും നമ്മുടെ തലമുറകളിലും നമ്മുടെ കുടുംബത്തിലും ദൈവപ്രവൃത്തി വെളിപ്പെടാത്തത്. ഹല്ലേലൂയ. അതെവിടെയാണെന്ന് നാം കണ്ടുപിടിച്ച് നാം മടങ്ങി വരുന്നു എങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവം നമ്മുടെ ജീവിതത്തില് ഈ 2026 ആരംഭത്തില് ചില അത്ഭുതം ചെയ്യുവാൻ പോവുകയാണ്. തലമുറയുടെ വിഷയത്തിലാണോ നീ കരയുന്നത്? ഏതു വിഷയത്തിലായിരുന്നാലും സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം ഇന്ന് പകൽക്കാലം വെളിപ്പെടാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ, ഹല്ലേലൂയ. രക്തത്താലും വചനത്താലും ജയം എടുക്കണം. ആമേൻ. ഏലിയാവിനെ തട്ടി ഉണർത്തിയതാ. ആമേൻ, ഹല്ലേലൂയ. ചൂരച്ചെടിയുടെ ചുവട്ടില് കിടന്നു പുഴു അരിപ്പാൻ, ഉറുമ്പരിപ്പാൻ ഏലിയാവിനെ ദൈവം സമ്മതിച്ചില്ല. എന്തുകൊണ്ടെന്നാൽ ഏലിയാവ് ദൈവത്തിന് വേണ്ടി നിന്നവനാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന തന്റെ ഭക്തന്മാരെ, തന്റെ ഭക്തമതികളെ ദൈവം ഒരു നാളും കൈവിടുകയില്ല. ശത്രുവിന് ഹല്ലേലൂയ നമ്മളെ ഗോതമ്പ് പോലെ പാറ്റുവാൻ ഏൽപ്പിച്ചു കൊടുത്താലും അവിടെ തകർക്കുകയില്ല എന്ന് പരിശുദ്ധാത്മാവ് ഈ പകൽക്കാലം ആലോചന വിളിച്ചു പറയുന്നു. ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ജയാരവി ആന്റി ഈ പകൽക്കാലം ആത്മാവിന്റെ ചില പുതിയ ഹല്ലേലൂയ തലത്തിലേക്ക് ദൈവം കുടുംബമായി തലമുറയായി കൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയാണ് ഈ ദിവസങ്ങളില്. ആമേൻ, ഹല്ലേലൂയ. നീ ആമേൻ, ഹല്ലേലൂയ അവിടെ ആയിരുന്നാലും ആ ഭവനത്തില്, ആ റൂമില്, നിന്റെ പ്രാർത്ഥന റൂമില് ദൈവത്തിന്റെ ചില പ്രസൻസുകള് ഈ ദിവസങ്ങളായി നീ അനുഭവിച്ചു കൊണ്ടിരിക്കുകയല്ലേ? ശാരീരികമായി നിന്നെ
തളർത്തുന്ന, മാനസികമായി നിന്നെ തളർത്തുന്ന ചില ടെൻഷനുകള്, ചില ഫോഴ്സുകള്, ചില പ്രഷറുകളൊക്കെ കടന്നു വരുമ്പോൾ എന്റെ ദാസിയെ, നീ പോയിരുന്ന് കരയുന്ന വിഷയത്തിന്റെ മേല് ദൈവം മറുപടി തന്ന് നിന്നെ മാനിക്കുന്ന ദിവസങ്ങള് അതിവിദൂരമല്ല. ചിലതൊക്കെ ലഭിച്ചെങ്കിലും ചിലതിലൊക്കെ നീ ആഗ്രഹിക്കുന്ന ചില ആഴങ്ങള് പലപ്പോഴും പ്രാപിപ്പാൻ കഴിയുന്നില്ല. ഇന്ന് പകൽക്കാല ശാരീരമായി നിന്നെ തളർത്തുന്ന, നിന്നെ മുന്നോട്ട് വിടാതെ പോരാടി നിൽക്കുന്ന ചില രോഗാത്മാവിനെ യേശുവിന്റെ നാമത്തിൽ വിട്ടുപോവാൻ കൽപ്പിക്കുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. കടമുടൻ എഴുന്നേറ്റ് ആത്മാവിൽ നൃത്തം ചെയ്യുവാൻ, ഒരു യാത്ര ചെയ്യുവാനുണ്ട്. കർത്താവിന് വേണ്ടി ചിലതൂടെ നേടുവാൻ ദൈവം കുടുംബമായി പിന്നെയും ആത്മാവിൽ ഓർപ്പിച്ചുണർത്തുന്നു. യേശുവിന്റെ നാമത്തിൽ ജയം. ഹല്ലേലൂയ. ബ്ലഡ് ഓഫ് ജീസസ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഇസബേൽ എന്ന വാക്കിന്റെ അർത്ഥം ബേലിന്റെ പുത്രി, ആഹാബിന്റെ ഭാര്യയായിരുന്നു ഇസബേല്. ഇന്നലെ ആമേൻ കർമ്മേലിന്റെ പർവ്വതത്തില് ജ്വലിച്ച ഏലിയാവിന് വേണ്ടി ഇതാ ദൂതൻ ഇറങ്ങി അവനെ തട്ടി ഉണർത്തുകയാണ്. ഇന്ന് പകൽക്കാല ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ ആത്മാവിന്റെ ആമേൻ. ഹല്ലേലൂയ. ജോളി ജോൺ ആന്റിയോട് പറയുന്നു, ആമേൻ. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി ഇന്നലകളിൽ നിന്നു, ആമേൻ. ഹല്ലേലൂയ. നാളെയും നിൽക്കുവാന് ആമേൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ പ്രതിസന്ധികളെ കണ്ട്, പ്രതികൂലങ്ങളെ കണ്ട് എന്റെ മകളെ ആമേൻ മനം കലങ്ങുവാനല്ല ദൈവാത്മാവ് വിളിച്ച ദൈവം വിശ്വസ്തന്. അവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ ഈ ദിവസങ്ങളിൽ എന്റെ ദാസിയെ ഒന്ന് ആമേൻ എഴുന്നേൽപ്പാൻ. ആമേൻ കഴിഞ്ഞ നാളുകളിലെ ആരാധന ഈ നാളുകളിൽ ആരാധിക്കേണ്ട പോലെ ആരാധിപ്പാൻ കഴിയാതെ ശരീരം ബലഹീനമെന്ന് നീ പറയുമ്പോൾ അല്ല, ആത്മാവിൽ വിളിച്ചു പറയുന്നു. വീട്ടുകൊടുത്തിന് പകൽക്കാല ആത്മാവിന്റെ പ്രവൃത്തിയെ കാണുവാൻ യേശു ക്രിസ്തു ആഹ്വാനം ചെയ്യുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. അത്ഭുതങ്ങളുടെ ദൈവം ഇന്ന് പകൽക്കാലം വെളിപ്പെടുന്നതിനായി സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ലില്ലിക്കുട്ടി ആന്റി പ്രായമൊക്കെ ആയെങ്കിലും ആമേൻ ലില്ലിക്കുട്ടി ആന്റി അങ്ങനെ ചിന്തിക്കണ്ട. ആമേൻ ചെറുപ്പമാണ് ആത്മാവിലോ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാല ആത്മാവിലൊന്ന് ആമേൻ ഒന്ന് എഴുന്നേൽക്ക്. പിന്നെയും ഒന്ന് ചടകുടഞ്ഞൊന്ന് എഴുന്നേല്. ചില ബന്ധനങ്ങള്, ചില രോഗത്തിന്റെ കെട്ടുകള് നിന്നെ വിട്ടി പകൽക്കാലം പോവുകയാണ്. ഇവിടെ ആയിരിക്കുന്ന ദൈവജനത്തിനോട് എനിക്ക് പറയാനുള്ളത്, നമ്മളെ അലട്ടുന്ന ഏതു രോഗമായിരുന്നാലും ആമേൻ, എത്ര മാറത്തില്ലെന്ന് പറഞ്ഞ രോഗമായിരുന്നാലും മാറ്റുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഞാൻ അനുഭവസ്ഥയാണ്. അനവധി രോഗങ്ങള് എന്റെ ജീവിതത്തിൽ കടന്നു വന്നു. സ്പൈൻ പ്രോബ്ലങ്ങൾ കടന്നു വന്നു. ഞാൻ എഴുന്നേറ്റ് നടക്കേയില്ല എന്ന് മെഡിക്കൽ സയൻസ് വിളിച്ചു പറഞ്ഞപ്പോൾ റൗഡി ശംദൽ പ്രൗഢകര നേഴ്സസ് ആയിട്ട് ഇവിടെ ഉള്ളവരുണ്ടെങ്കിൽ എനിക്ക് കഴിഞ്ഞ നാളുകളിൽ സ്പൈൻ ജീവിയായിട്ട് ഞാൻ ഭാരപ്പെട്ടു. ചൂടാര വരവ ശംദലവ നേഴ്സുമാർക്കറിയാം അല്ലേ അത് പറയുമ്പോൾ എത്രമാത്രം കാഠിന്യമാണ് രോഗത്തിൻ്റെത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ സ്വർഗ്ഗം എന്നെ എഴുന്നേൽപ്പിച്ചു. ഞാൻ ചർച്ച് ഓഫ് ഗോഡില് 2022 ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ അവിടുത്തെ ഹല്ലേലൂയ സെക്രട്ടറിയുടെ ഭാര്യ എന്നെ തട്ടിയിട്ട് പറഞ്ഞു, ആന്റിയുടെ വിശ്വാസത്തെ ഞാൻ പിൻപറ്റുകയാണ്. ആന്റിയുടെ ജീവിതത്തില് ആമേൻ ഹല്ലേലൂയ ഈ അത്ഭുത വിടുതൽ കണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എന്നോടാണ് എന്റെ സീനിയർ ഡോക്ടർ പറഞ്ഞത്, ജോളി ആന്റി ഈ ലേഡി എഴുന്നേറ്റ് നടക്കത്തില്ല എന്ന്. എന്നാൽ ഇന്ന് ആന്റി എഴുന്നേറ്റ് ദൈവത്തെ സ്തുതിക്കുന്നത്, ദൈവത്തെ ആരാധിക്കുന്നത് കണ്ടപ്പോൾ ആമേൻ ഹല്ലേലൂയ ഞാൻ ഒരു പടിയൂടെ ദൈവത്തിന്റെ മുമ്പിൽ ഉയരുവാൻ ദൈവത്തിന്റെ ആത്മാവ് ഇടയാക്കി എന്ന് പറയുവാൻ ഇടയായി. നമ്മുടെ കഴിവല്ല ദൈവമക്കളെ, എന്റെ കഴിവല്ല, എന്റെ മിടുക്കല്ല, ദൈവത്തിന്റെ നീതി. പ്രൈസ് ദി ലോർഡ്. നമ്മളെ കരുതുന്ന ഒരു ദൈവം. ആമേൻ. ഞാൻ പറയട്ടെ, ഏതു രോഗമാകട്ടെ, ഏതു പ്രതിസന്ധി ആകട്ടെ, ക്യാൻസർ രോഗത്താവട്ടെ, TB ആകട്ടെ, ഹല്ലേലൂയ മാരാ രോഗം ഏതായിരുന്നാലും ആമേൻ കാൽവറിയില് ആമേൻ ഹല്ലേലൂയ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട ആ ക്രിസ്തുവിന്റെ രക്തം കൊണ്ട്, ആ ക്രിസ്തുവിന്റെ ശക്തി കൊണ്ട് നമ്മളെ വിടുവിപ്പാൻ ദൈവം ശക്തനാണ്. എലിയാവിനെ തട്ടി ഉണർത്തിയതുപോലെ ഇന്ന് പകൽക്കാലം എന്നെയും നിന്നെയും തട്ടി ഉണർത്തുവാൻ കടന്നു വന്നിരിക്കുന്നു. ഞാനും നീയും ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ, ദൈവദാസിമാരെ ദൈവദാസന്മാരെ ഏൽപ്പിച്ചു
ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ശുശ്രൂഷയുടെ മുഖത്ത് ചില പ്രതികൂലങ്ങളുണ്ട്. ആന്റി, ചില പ്രതികൂലങ്ങളുണ്ട്. ശുശ്രൂഷ സ്മൂത്തായിട്ട് പോകുമെന്ന് ചിന്തിക്കണ്ട. ഹല്ലേലൂയ. അപ്പുറേ ഇപ്പുറേ ഒക്കെ ഹല്ലേലൂയ പ്രതികൂലങ്ങളുടെ കാറ്റുകളുണ്ട്. എന്നാൽ ഈ ദിവസങ്ങളിൽ ആമേൻ ദൈവഹിതമുള്ളത് അവിടെ ദൈവം കൊണ്ടുതരും. പ്രൈസ് ദി ലോർഡ്. ദിവസങ്ങളില് അമ്മേ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ മേല്, എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ മേൽ ദൈവം മഞ്ഞും മഴ അയക്കാൻ പോവുകയാണ്. ശുശ്രൂഷയുടെ തലം അമ്മേ സഭയുടെ ആരാധനയ്ക്ക് ദൈവം ചില പ്രവൃത്തികളെ ചെയ്ത് മാനിക്കാൻ പോവുകയാണ്. ഇന്ന് പകൽക്കാലം ഏൽപ്പിച്ചു തരിക. ഓ വിശാല ബൗഡകര ആമേൻ ഹല്ലേലൂയ. ദൈവത്തിന് നമ്മുടെ കർത്താവ് എങ്ങും പ്രസിദ്ധനാകാൻ ആഗ്രഹിച്ചില്ല. അതുപോലെ ഫേബയാന്റി ആമേൻ എങ്ങും പ്രസിദ്ധിയാകാൻ ആഗ്രഹിക്കുന്നില്ല. ആമേൻ ഇത്രത്തോളം ദൈവം ആ ദേശത്ത് കൊണ്ടുവന്ന് കർത്താവിന്റെ വേല ചെയ്യുവാണ് ദൈവം ഇടയാക്കിയെങ്കിലോ അത് ദൈവത്തിന്റെ കൃപയാണ്, അത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്, അത് ദൈവത്തിന്റെ നീതിയാണ്. പിന്നെയും അവൻ ഹല്ലേലൂയ ആമേൻ അത്ഭുതകരമായി ഈ ദിവസങ്ങളിലോ ആമേൻ പ്രതികൂലങ്ങളില്ലെന്നല്ല, ആമേൻ പ്രശ്നങ്ങളില്ലെന്നല്ല, ആമേൻ കഷ്ടങ്ങളില്ലെന്നല്ല, രോഗങ്ങളില്ലെന്നല്ല, അതിനെയൊക്കെയും താരണം ചെയ്യുവാൻ ഒരു പ്രത്യേക കൃപ എന്റെ ദാസന്റെ മേൽ ദൈവം തന്നിട്ടുണ്ട്. ഒരു കുഞ്ഞ് അതിനെ എങ്ങനെ ഒരു അമ്മ കരം പിടിച്ച് നടത്തുന്നു അതുപോലെ ദൈവജനത്തെ കരം പിടിച്ച് നടത്തുവാൻ കണ്ടിരിക്കുകയെന്ന് ദൈവാത്മാവ് ഓർപ്പിച്ചുണർത്തുന്നു. യേശുവിന്റെ നാമത്തിൽ ജയം. നീ അങ്ങനെ തന്നെ ചെയ്യുന്നതിനായി സ്തോത്രം. ആത്മാക്കളുടെ കൂട്ടത്തെ ഈ ദിവസങ്ങളിൽ കൊടുക്കുന്നതിനായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആമേൻ ഹല്ലേലൂയ. ആമേൻ. യോനയുടെ പുസ്തകം 4-ാം അധ്യായം 3-ാം വാക്യത്തില് ആമേൻ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: ആകയാൽ യഹോവേ എന്റെ പ്രാണനെ എടുത്തുകൊള്ളണേ. ദൈവമക്കളെ അവിടെയും നോക്ക്. ആമേൻ ഹല്ലേലൂയ. ആമേൻ യോന ആമേൻ ഹല്ലേലൂയ. നമുക്കറിയാം യോനയുടെ ചരിത്രമൊക്കെ നമുക്കറിയാം. ഞാൻ ചരിത്രത്തിലേക്കൊന്നും പോകുന്നില്ല, സമയം ഓടിപ്പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. സമയത്ത് തന്നെ നിർത്തണമല്ലോ. ഹല്ലേലൂയ. ആമേൻ. യോന പറയുന്നു, അയ്യോ എനിക്ക് ജീവിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് നല്ലത്. പ്രൈസ് ദി ലോർഡ്. എന്താണ്? ആമേൻ ഹല്ലേലൂയ. ആമേൻ. നിനവയിലേക്ക് പോകുവാൻ പറഞ്ഞപ്പോൾ അവൻ തർശീശിലേക്ക് പോയി. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഹല്ലേലൂയ നമുക്കറിയാം മത്സ്യത്തിന്റെ വയറ്റിൽ അവൻ ആമേൻ അകപ്പെട്ടു. ആമേൻ. മത്സ്യം കൊണ്ടവനെ ആമേൻ നിനവയിൽ ഛർദ്ദിക്കുന്നു. ആമേൻ. എന്നാൽ ഹല്ലേലൂയ അവന് അത്യുഷ്ണമായപ്പോൾ ആമേൻ ഇതാ ഒരാവണക്കിനെ ഉണ്ടാക്കി. ആമേൻ. അതെന്ത് ചെയ്തു? ഉണങ്ങിപ്പോയി. അതിനാൽ അവൻ കോപിഷ്ഠനായി. ആമേൻ. ആമേൻ. നീ എന്തിനു കോപിക്കുന്നു? ആമേൻ പറയുകയാണ്, എനിക്ക് ഹല്ലേലൂയ ജീവിക്കുന്നതിനേക്കാൾ ആമേൻ മരിക്കുന്നത് നല്ലത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ ഹല്ലേലൂയ അവിടെയും യോനയ്ക്ക് വേണ്ടി കരുതിയ ഒരു ദൈവം. ഹല്ലേലൂയ. ആമേൻ. ആവണക്ക് അവന്റെ തലയ്ക്ക് ആമേൻ തണലായി നൽകി കൊടുത്തപ്പോൾ പലതും നമ്മുടെ ജീവിതത്തില് നമുക്ക് തണലായി എന്ന് നമുക്ക് തോന്നുമ്പോൾ ഹല്ലേലൂയ നമുക്കത് ഹല്ലേലൂയ ആമേൻ വിടുതലെന്ന് നമുക്ക് തോന്നുമ്പോൾ ഒരുപക്ഷെ ഹല്ലേലൂയ അത് നമ്മളിൽ നിന്ന് എടുത്തു കളഞ്ഞേക്കാം, അത് നമ്മളിൽ നിന്ന് തട്ടി മാറ്റിയേക്കാം. എന്നാൽ അവിടെ നാം കോപിക്കുവാനല്ല, അവിടെ മരിക്കുവാനല്ല ആഗ്രഹിക്കേണ്ടത്. ആമേൻ. ജീവിച്ച് ദൈവത്തിന്റെ പ്രവൃത്തിയെ ചെയ്തെടുപ്പാൻ ആമേൻ വിശ്വാസത്തോടെ ഏൽപ്പിച്ചു കൊടുക്കുക. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. ആൻസി ജിജി ഹല്ലേലൂയ ആമേൻ രാജസ്ഥാൻ ഇന്ന് പകൽക്കാലം ആമേൻ ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി അനവധി കഷ്ടങ്ങളെ കാണുമാറാക്കിയവനെ ഞാൻ നിന്നെ ജീവിപ്പിക്കയില്ലേ. കർത്താവിന്റെ വേലയില് ആമേൻ ആമേൻ പ്രതികൂലങ്ങള് കൊടുങ്കാറ്റുകളൊക്കെയും കടന്നു വന്നപ്പോൾ പിടിച്ചു നിർത്തിയ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് വീണ്ടും ഏൽപ്പിച്ചു തരിക. ഹല്ലേലൂയ. എന്താണോ കഷ്ടങ്ങൾ മാറാത്ത, എന്താണ് പ്രതികൂലങ്ങൾ മാറാത്തതെന്ന് ചോദിച്ചു പതറുവാനല്ല, ആ കഷ്ടങ്ങളെ കണ്ട്, ആ പ്രതികൂലങ്ങളെ കണ്ട് പ്രശ്നങ്ങളെ തരണം ചെയ്യുവാൻ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ആഹ്വാനം ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. എനിക്ക് ജീവിച്ചിരിക്കുന്നതിനേക്കാള് മരിക്കുന്നത് നല്ലതെന്ന് പറഞ്ഞു. അതിന്റെ ആമേൻ 4:8 പറയുകയാണ്, ആവണക്ക് മൂലം അവൻ അത്യന്തം സന്തോഷിച്ചു. ദൈവമക്കളെ ഞങ്ങൾ നമ്മുടെ തലമുറയെ കണ്ട് സന്തോഷിക്കുവാനല്ല, നമ്മുടെ നന്മയെ കണ്ട് സന്തോഷിക്കുവാനല്ല, ആമേൻ ഹല്ലേലൂയ നമ്മുടെ ജോലിയെ കണ്ട് സന്തോഷിപ്പാനല്ല, നാം ദൈവത്തിന്
ദൈവത്തിലായതോർത്തു സന്തോഷീര്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതൊക്കെയും താൽക്കാലികമാണ്, ഇതൊക്കെയും നിന്നു പോകുന്നതാണ്. എന്നാൽ നശ്വരമായി നിൽക്കാത്തതൊന്ന് ഒന്നുണ്ട്, നിത്യത. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിൽ ആ നിത്യത നഷ്ടപ്പെടരുത്. നമ്മളെല്ലാവരും ഇറങ്ങി തിരിച്ചു, നമ്മളെല്ലാവരും ഓടുന്നു. ആമേൻ. എന്നാൽ ലാക്ക് തെറ്റാതെ നമ്മുടെ ഹല്ലേലൂയ ആമേൻ നമ്മൾ ഓടുന്ന ഓട്ടത്തില് ആമേൻ ആമേൻ നമ്മുടെ ഓട്ടം തെറ്റാതെ നമ്മ ഓട്ടത്തിൽ സ്ഥിരതയോടെ ആയിരുന്നു ആ ട്രാക്കിൽ തന്നെ ആമേൻ ഓടി ലക്ഷ്യത്തിൽ എത്തുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം ആമേൻ ദൈവജനത്തോടെ ഓർപ്പിച്ചുണർത്തുകയാണ്. അനേകർ ഇറങ്ങി തിരിച്ചു, എന്നാൽ പട്ടുപോയി. പ്രൈസ് ദി ലോർഡ്. അനേകർ ഇറങ്ങി തിരിച്ചു, ഇന്ന് ദൈവസന്നിധിയിൽ കാണുന്നില്ല. അനേകർ ഹല്ലേലൂയ വിശ്വാസത്തിന് വേണ്ടി ഹല്ലേലൂയ വളരെ വില കൊടുത്തവരുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ആമേൻ തലമുറകളുടെ വിഷയം വന്നപ്പോൾ ആമേൻ ഹല്ലേലൂയ പല തലമുറകൾ പിന്മാറിപ്പോയി. മാതാപിതാക്കൾ ഹല്ലേലൂയ ദുഃഖിത വേദന അനുഭവിക്കുന്നു. ഇന്ന് പൽക്കാലം ദൈവമക്കളെ പറ, കർത്താവേ ഒരു മടങ്ങി വരവ് ഞങ്ങൾക്ക് തരണമേ. ഹല്ലേലൂയ. ആ കരുതുന്ന ദൈവത്തിന്റെ കരുതല് എന്റെ തലമുറയിൽ കാണുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്യണമേ എന്ന് ഇന്ന് പകൽക്കാലം നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. നമ്മൾ നമ്മുടെ തലമുറകൾക്ക് വേണ്ടി ആമേൻ ഒന്നും കരുതിയില്ലെങ്കിലും സ്വർഗത്തിലെ അപ്പൻ കരുതുവാൻ സമ്പന്നനാണ്. ഹല്ലേലൂയ. ആമേൻ. തലമുറകളെ കുറിച്ച് ഭാരപ്പെടുന്ന ചില അമ്മമാർ ഇതിനകത്തുണ്ട്. ഇന്ന് പകൽക്കാലം ആത്മാവിൽ വിളിച്ചു പറയുന്നു, ആമേൻ നിങ്ങൾ കരുതുവാൻ നിങ്ങളുടെ കൈവശം ഒന്നുമില്ലെങ്കിലും ഇന്ന് പകൽക്കാലം നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി, നിങ്ങളുടെ തലമുറകളുടെ ഭാവിക്ക് വേണ്ടി സ്വർഗം ചിലത് കരുതി വെച്ചിരിക്കുന്നു. അതിനെ ഇന്ന് പകൽക്കാലം റിസീവ് ചെയ്യ് യേശുവിന്റെ നാമത്തിൽ. ചില അമ്മമാര് തലമുറകളുടെ വിടുതൽ കാണുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്റെ കുഞ്ഞിന്റെ വിവാഹം നടക്കുന്നില്ല, എന്റെ കുഞ്ഞിന് ജോലി സ്ഥിരമാകുന്നില്ല, എന്റെ കുഞ്ഞ് ആത്മീയമായിട്ട് മുന്നേറുന്നില്ല. ഹല്ലേലൂയ. ദൈവമക്കളെ എല്ലാത്തിനേക്കാൾ ഉപരി നമ്മുടെ തലമുറകൾ ക്രിസ്തുവിൽ നിൽക്കുന്നത് അത് കണ്ട് സന്തോഷിച്ചാൽ അതിൽ ഭാഗ്യപദവി ഒന്നും നമുക്കില്ല. നമുക്ക് അറിയാം. ദൈവവചനത്തിൽ പറയുന്നു, എന്റെ കുഞ്ഞുങ്ങൾ സത്യത്തിൽ നടക്കുന്നതിൽ പരം സന്തോഷം മറ്റ് ഒന്നുമില്ല. ഇന്ന് പകൽക്കാലം നമ്മുടെ തലമുറകള് ഹല്ലേലൂയ രക്തം ജയമെടുക്കണം. കാൽവറി രക്തത്താൽ ജയമെടുക്കണം. കരുതുന്ന ദൈവത്തിന്റെ ആ ഒരു വലിയ പ്രവൃത്തി ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിലൂടെ ഇന്ന് പകൽക്കാലം ഏറ്റെടുക്ക്. ഹല്ലേലൂയ. ലിസി ജോൺ ആന്റി കരയുന്ന വിഷയത്തിന്റെ മേൽ 2026 ആരംഭത്തിൽ തന്നെ 6-ാം മാസം തികയുന്നതിനിപ്പുറം മകളെ നിന്റെ തലമുറകളുടെ ചില വിഷയത്തിന്റെ മേൽ സ്വർഗം ചില അത്ഭുത പ്രവൃത്തി വെളിപ്പെടുത്താൻ പോവുകയാണ്. നീ എഴുതി വെച്ചു പ്രാർത്ഥിച്ചു കുഴഞ്ഞു എന്ന് പറഞ്ഞ് തളർന്നു പോകുവാനല്ല. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ കരുതല് ദൈവത്തിന്റെ കരുതല് നീ 2026 ആരംഭം തന്നെ കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുമെന്ന് ദൈവാത്മാവിൽ ഓർപ്പിച്ചുണർത്തുകയാണ്. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. ഇവിടെ പറയുന്നു ഹല്ലേലൂയ. എന്തുടുക്കും, എന്ത് കഴിക്കുമെന്നുള്ളതല്ല. ദൈവാത്മാവില് ദൈവം നമുക്ക് വേണ്ടി അന്നെന്നുള്ളത് തന്ന് കരുതുന്ന ഒരു ദൈവമാണ്. പ്രീത സിസ്റ്ററെ, ദൈവത്തിന്റെ കരുതലുകള് കഴിഞ്ഞ ദിവസങ്ങളിൽ നീ അനുഭവിച്ചറിഞ്ഞവൾ അല്ലേ ദാസി? ഓരോ ദിനങ്ങളിലും നിന്റെ ജോലി ചെയ്യുന്ന മണ്ഡലങ്ങളിൽ പോലും ദൈവത്തിന്റെ ആ കരുതല് സ്പഷ്ടമായി നീ അനുഭവിച്ചറിഞ്ഞവളല്ലേ? നിന്റെ ജോലിയിൽ ചില പ്രതികൂലങ്ങള് ശത്രു കൊണ്ടുവരുമ്പോൾ നീ അതിനെ എന്ത് ചെയ്യണം? ആത്മാവില് എടുത്തു കളഞ്ഞുകൊണ്ട് ആത്മാവിൽ അതിജീവിച്ച് ദൈവത്തിന്റെ പ്രവൃത്തിയെ വർണ്ണിപ്പാൻ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ഓർപ്പിച്ചുണർത്തുന്ന ആഹ്വാനം ചെയ്യുകയാണ്. നമ്മുടെ കരുതുന്ന ദൈവത്തിന്റെ കരുതലുകള് ഇവിടെ കാണാം. ഹല്ലേലൂയ.
ഹല്ലേലൂയ. ആമേൻ. ഇത് ഏലിയാവിന്റെ ഹല്ലേലൂയ കർമ്മേലിൽ ഹല്ലേലൂയ പോയി ഹല്ലേലൂയ ആയിരിക്കുമ്പോൾ അവിടെ പറയുന്നു ആമേൻ അവൻ മുഴങ്കാലുകളുടെ ആമേൻ മുഴങ്കാലുകളെ എന്ത് ചെയ്തു? നടുവിൽ വെച്ച് ആമേൻ മുഖം തന്റെ മുഴങ്കാലുകളുടെ നടുവിൽ വെച്ച് തന്റെ ബാല്യക്കാരോട് ഈ ദിവസങ്ങളിൽ നാം മുഴങ്കാൽമേൽ ഇരുന്ന് നമ്മുടെ ആമേൻ ഹല്ലേലൂയ തലയെ മുഴങ്കാലുകളിൽ വെച്ച് പ്രാർത്ഥിക്കുന്ന ചില വിഷയത്തിനുമേ ആമേൻ ദാസിമാരെ ദൈവം ചിലത് ചെയ്യാൻ പോവുകയാണ്. ഉപവസിക്കുന്ന ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്ന ആമേൻ ഹല്ലേലൂയ വിഷയങ്ങളുടെ മേൽ ദൈവം ചിലത് ചെയ്യാൻ പോകുന്നു. ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നു 2025 ആമേൻ പെൻഡിങ്ങിൽ കിടക്കുന്ന ചിലതിനെ ദൈവത്തിന്റെ ആത്മാവ് 2026 ആരംഭത്തില് ആമേൻ നിങ്ങളുടെ ജീവിതത്തിന് മേല് ആമേൻ ഹല്ലേലൂയ ചെയ്തു തരുമെന്ന് ദൈവാത്മാവിൽ ഓർപ്പിച്ചുണർത്തുന്നു. രജിസ്റ്ററെ ഹല്ലേലൂയ ദൈവം ചിലത് ചെയ്യാൻ പോവുകയാണ്. ദൈവത്തിന്റെ ആത്മാവിന് ആമേൻ കഴിയാത്തതൊന്നുമില്ല. അവിശ്വാസത്തെ എടുത്തുകള. നടക്കുമോ നടക്കുമോ എന്ന് ചിന്തിച്ചു ഭാരപ്പെടാതെ ഇന്ന് പകൽക്കാലം നീ പ്രഖ്യാപീര്. നിന്റെ നാവിന്മേൽ തന്നെ ഹല്ലേലൂയ മധുരവും കയ്പും വരുന്നത് പോലെ നീ പ്രഖ്യാപീര്. നീ പ്രാർത്ഥിക്കുന്ന നിന്റെ കുടുംബത്തില് നിന്റെ തലമുറ ചില വിഷയത്തിന് മേലോ എന്റെ ദൈവം 2026 വിടുതൽ തന്നിരിക്കുന്നു എന്ന് നാവ് കൊണ്ട് പ്രഖ്യാപീര്. അതിന്ന് സംഭവിക്കാൻ പോവുകയാണ്. അത് റിസീവ് ചെയ്ത് ഏറ്റെടുക്കുക യേശുവിന്റെ നാമത്തില്. രൂഢമാന റൗഡരാജ ദീപന ബലവ സന്തൽ പ്രൗഢികരകദലവ ഉഷാദികരകടകദലവ യേശുവേ യേശുവേ എന്ന് ആമേൻ വിളിച്ചു കരയുന്ന യേശുവേ എന്റെ വിഷയത്തിൽ വിടുതലില്ലോ എന്ന് ആമേൻ ചോദിച്ച് ആമേൻ വീർപ്പുമുട്ടുന്ന ചില ദാസിമാരോട് ദൈവാത്മാവ് പറയുന്നു ആമേൻ നിന്റെ വീർപ്പുമുട്ടുകള് ആമേൻ ആമേൻ ചോദിച്ചു നിൽക്കുന്ന ചില വിഷയങ്ങള് ദൈവം ഇന്ന് പകൽക്കാല ചില അത്ഭുത പ്രവൃത്തി ചെയ്ത് ആമേൻ നിങ്ങളെ ഹല്ലേലൂയ ഉറപ്പിക്കുന്ന ദിനങ്ങളാണ്. ദൈവം ചിലത് ചെയ്യാൻ പോവാ കേട്ടോ. ദൈവത്തിന്റെ ചില പദ്ധതികള് പ്ലാനുകള് കുടുംബത്തിനകത്തുണ്ട്. ആമേൻ നാളുകളായി ചോദിച്ച് പ്രാർത്ഥിക്കുന്ന എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്ന ചില വിഷയമില്ലേ മകളെ? നീ ആരോടും പറയാതെ ഒരു 3 വിഷയങ്ങൾ എഴുതി വെച്ച് പ്രാർത്ഥിക്കുകയല്ലേ? അത് ബൈബിളിനകത്ത് തന്നെ വെച്ച് നീ സ്തോത്രം ചെയ്തുകൊണ്ട് ഇരിക്കുകയല്ലേ? നിന്റെ കണ്ണ് അമ്മേ തോരാത്ത ചില രാത്രികൾ ഇല്ലേ മകളെ? ഓ എന്നാൽ ആ വിഷയങ്ങളുടെ മേൽ ദൈവം മറുപടി തരും ദിവസങ്ങളില്. ആമേൻ ആമേൻ. ഈ ദിവസങ്ങളില് ആദ്യ അനുഭവത്തിലേക്ക് എന്റെ ദാസി ഒന്ന് മടങ്ങി വാ. പ്രാർത്ഥനയുടെ കുറവ് ആമേൻ അല്ല. ആമേൻ ആരാധനയുടെ കുറവ് അല്ല. ദൈവത്തിന്റെ പ്രവൃത്തി ദൈവത്തിന്റെ സമയത്ത് അവൻ ചെയ്തു തരുവാൻ ദൈവം ശക്തനാണ്. ആമേൻ. ഏൽപ്പിച്ചു കൊടുത്ത് എന്ന് പകൽക്കാലം വിടുതലേറ്റെടുപ്പാൻ ദൈവാത്മാവിൽ ഓർപ്പിച്ചുണർത്തുന്നു. എലിയാവിനെ കരുതിയ ഒരു ദൈവം ഇതാ ഹല്ലേലൂയ ഇവിടെ പറയുന്നു. ലൂക്കോസിന്റെ ആമേൻ ഹല്ലേലൂയ ആമേൻ 10:41-42 മാർത്തയോട് മാർത്തേ നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ട് മനം കലങ്ങിയിരിക്കുന്നത് എന്ത്? അല്പമേ വേണ്ടു, മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു. കണ്ടോ? അവിടെയും മാർത്തയ്ക്കും മറിയയ്ക്കും വേണ്ടി കരുതിയ ഒരു ദൈവം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് മാർത്തയുടെ മറിയയുടെ എല്ലാം ആമേൻ കഥകൾ അറിയാം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. മാർത്ത പലതിനെ കുറിച്ച് വിചാരപ്പെടുമ്പോൾ മറിയ കർത്താവിന്റെ കാതത്തിൽ ഇരിക്കുകയാണ്, അവന്റെ കാൽക്കൽ ഇരിക്കുകയാണ്. എന്ന് പകൽക്കാലം അവന്റെ കാൽക്കൽ ആരിയ്ക്കുന്നുവോ, അവന്റെ പാദപീഠത്തിൽ ആരിയ്ക്കുന്നുവോ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം ഇന്ന് പകൽക്കാലം നമ്മുടെ മധ്യേ കടന്നു വന്നിട്ടുണ്ട്. ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ. ദൈവം കരുതുന്ന ദൈവമാണ്. ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല. ഇന്ന് പകൽക്കാലം കൈ ഉയർത്തി ഒന്ന് പറ, എന്റെ ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല. എന്റെ ദൈവം എനിക്ക് വേണ്ടി ചിലത് കരുതിയിട്ടുണ്ട്, എന്റെ തലമുറയ്ക്ക് വേണ്ടി ചിലത് കരുതിയിട്ടുണ്ട്. അതിനെ ഞാൻ വിശ്വാസത്തോടെ ഈ 2026 14-ാം തീയതി അമ്മ റിസീവ് ചെയ്യുകയാണ് യേശുവിന്റെ നാമത്തിൽ. അത് സംഭവിക്കട്ടെ. അമ്മ ഇന്ന് പകൽക്കാലം വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന ദാസീദാസന്മാരുടെ വിഷയത്തിന് മേൽ അത് റിസീവ് ചെയ്യുകയാണ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. മാർത്തേ നീ പലതിനെ ചൊല്ലി
മനം കലങ്ങണ്ട. ഇന്ന് പകൽക്കാലം മനം കലങ്ങി വേദനയോട് കണ്ണുനീരോട് ആമേൻ കൈപ്പോടെ ആയിരിക്കുന്ന ദാസിമാരെ, ആമേൻ ആമേൻ, നിങ്ങളുടെ ഹൃദയം നുറുക്കം കാണുന്ന ഒരു ദൈവം നിങ്ങൾക്ക് വേണ്ടി യഹോവയെ രക്ഷിക്കണമേ. ഭക്തന്മാരില്ലാതെ പോകുമ്പോൾ അമ്മേ ദൈവമക്കളെ, എന്നെ നിന്നെ പ്രാർത്ഥിപ്പാൻ ദൈവം കണ്ടിരിക്കുന്നുവെങ്കിൽ, തിരഞ്ഞെടുത്തിരിക്കുന്നു എങ്കിലോ ആമേൻ ഹല്ലേലൂയ, നമ്മുടെ പ്രാർത്ഥനകളെ മാറ്റിമറിച്ചുകൊണ്ട്, നമ്മുടെ ആരാധനകളെ മാറ്റിമറിച്ചുകൊണ്ട്, ഹല്ലേലൂയ, നമുക്കെതിരായി കടന്നു വരുന്ന വെല്ലുവിളികളെ മനസ്സിലാക്കിക്കൊണ്ട് നാം എന്ത് ചെയ്യണം? ആത്മാവിൽ അതിനെ പിടിച്ചെടുപ്പാൻ, ആത്മാവിൽ അതിനെ ആമേൻ ഏറ്റെടുപ്പാൻ ഇന്ന് പകൽക്കാലം തയ്യാറാകുന്നു എങ്കിലോ വിടുതൽ നടക്കാതെ കിടക്കുന്ന ചില വിഷയത്തിന് മേൽ ആമേൻ തലമുറകളുടെ വിഭാഗം നടക്കാതെ ആയിരിക്കുമ്പോൾ നിങ്ങൾ ഭാരപ്പെടണ്ട. ദൈവം കരുതിയിട്ടുണ്ട്. ഓ യേശുവിന്റെ നാമത്തില് ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, എന്റെ ആമേൻ ഞങ്ങൾക്ക് 3 മക്കളാണ്. അതിൽ മൂത്ത പൈതലിന് ആമേൻ ഞങ്ങൾ ഡൽഹിയിലായിരുന്നു, അവൾ ജനിച്ചു വളർന്നു. എന്നാല് ആമേൻ പൈതലിന്റെ നേഴ്സിംഗിൽ വിടാൻ ഇങ്ങനെ ആഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അവൾക്ക് എങ്ങും കിട്ടിയില്ല. പ്രൈസ് ദി ലോർഡ്. വളരെ ഭാരപ്പെട്ടു, വളരെ ഞങ്ങള് വ്യാകുലപ്പെട്ടു. ഞാൻ അന്ന് ലേഡി ഗാർഡൻ ഹോസ്പിറ്റലില് ആമേൻ ആഴ്ച ഒരു ദിവസം ബുധനാഴ്ച ദിവസം അവിടെ മീറ്റിംഗ് നടത്തുന്നുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ എല്ലാ ഹോസ്പിറ്റലുകളില് വാതിൽ കൊട്ടി അടച്ചു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവസന്നിധിയിൽ ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ എന്താണ് സംഭവിച്ചത്, എന്താണ് ഇനി ചെയ്യേണ്ടതെന്ന്. ആമേൻ അതിന്റെ പിൻപിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. ആമേൻ ദൈവത്തോട് ഞാൻ യാചിച്ചു. ആമേൻ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു ഭാരപ്പെട്ടിരുന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, ആമേൻ ഹല്ലേലൂയ, രൂത്തിന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറയിൻ കീഴിൽ ആശ്രയിച്ചു വന്ന നിനക്ക് ഞാൻ ഒരു പൂർണ്ണ പ്രതിഫലം തരും. അന്ന് എനിക്ക് വാക്യമൊന്നും ഇത്രത്തോളം അറിയത്തില്ലായിരുന്നു. എന്നാൽ ഞാൻ അത് ദൈവസന്നിധിയിൽ എടുത്തു, വചനമെടുത്തു, അണ്ടർലൈൻ ചെയ്ത് എന്റെ മകളെ വീട്ടിൽ വിളിക്കുന്ന ഫേബ എന്ന, അവിടെ ഒഫീഷ്യൽ നെയ്യും വിൻസി വിൽസൺ എന്ന അമ്മേ ഫേബയോട് പറഞ്ഞ ദൂതെന്ന് പറഞ്ഞ് ഞാൻ എഴുതി വെച്ചു. ബൈബിളില് കൈവച്ചു പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. തീർന്നില്ല. വീണ്ടും ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, കണ്ണ് കാണാത്തത്, ചെവി കേൾക്കാത്തത് നിനക്ക് വേണ്ടി, അല്ലെ നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഞാൻ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ ഹല്ലേലൂയ, ദൈവത്തിന് അസാധ്യമൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. ഡൽഹിയിലെ അഡ്മിഷൻ എല്ലാ ഹോസ്പിറ്റലും പ്രൈവറ്റിൽ കഴിഞ്ഞു. ആമേൻ അല്ലെങ്കിൽ ഞങ്ങള് ആമേൻ ഗാസിയാബാദിൽ ന്യോയുടെ എവിടെയോ ഞങ്ങള് ആമേൻ ഒരു പ്രൈവറ്റില് അല്പം പൈസ അഡ്വാൻസ് കൊടുത്തിട്ടിരുന്നു. എങ്ങും കിട്ടിയില്ല, അവിടെ വിടാമെന്ന്. എന്നാൽ പറയട്ടെ ദൈവമക്കളെ, ഞാൻ ഈ ദൈവശബ്ദം കേട്ടു. ഞാൻ ദൈവസന്നിധി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, എന്റെ സന്നിധി വേറിട്ടിരിക്കെ ഞാൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഞങ്ങള് ദൈവസന്നിധി ഉപവസിച്ചു. തലമുറയും എന്നോടൊപ്പം കുറച്ചു ദിവസം ഉപവസിച്ചു. അന്ന് സൗദിന്ന് ഒരു പൈതല് ജോലിക്ക് പോയിട്ട് അവിടെ ചെന്ന് പരീക്ഷ എഴുതി അവൾക്ക് കിട്ടിയില്ല. അവളും തിരിച്ചു വന്ന് ഞങ്ങൾ അറിയുന്ന ഒരു കുഞ്ഞ്. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. ഇത്ര ദിവസം എന്ന് എന്നോട് പറഞ്ഞില്ല. വർഷങ്ങളായി. 91 ഞാൻ എന്റെ ഭവനത്തിൽ ഒരു മീറ്റിംഗ് തുടങ്ങിയതാണ്. തിങ്കളാഴ്ച അനേകർ അവിടെ കടന്നു വന്ന് രക്ഷിക്കപ്പെടുവാൻ, സ്നാനപ്പെടുവാൻ, ആത്മാഭിഷേകം പ്രാപിപ്പാൻ സ്വർഗത്തിലെ ദൈവം കോവിഡിന്റെ സമയം വരെ ദൈവം ഇടയാക്കി തീർത്തു. അത് കഴിഞ്ഞ് ഞാൻ രോഗാവസ്ഥയിലായപ്പോൾ എനിക്കത് കണ്ടിന്യൂ ചെയ്യുവാൻ കഴിയാതെയായി. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ പറയട്ടെ, ഹല്ലേലൂയ, സ്വർഗത്തിലെ അപ്പന് ആമേൻ ഹല്ലേലൂയ, ആമേൻ എന്നോട് സംസാരിച്ചതുപോലെ തന്നെ ആമേൻ ആർക്കും ആമേൻ തുറക്കാത്ത ഒരു വാതില് സ്വർഗത്തിലെ ദൈവം എനിക്ക് വേണ്ടി, എന്റെ തലമുറയ്ക്ക് വേണ്ടി ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ലേഡി ഗാർഡൻ ഹോസ്പിറ്റലില് അന്ന് വരെ BSc നഴ്സിംഗ് ഇല്ലായിരുന്നു. എന്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവം അവിടെ സ്റ്റാർട്ട് ചെയ്തു. പ്രൈസ് ദി ലോർഡ്. മെറിറ്റിൽ അവർക്ക് അവിടെ കിട്ടുവാൻ ഇടയായി തീർന്നു. അവള് പഠിച്ച് ആമേൻ ഹല്ലേലൂയ, ആമേൻ ഇറങ്ങുവാൻ ദൈവം. ഞാൻ പറഞ്ഞത് കരുതുന്ന ദൈവത്തെ കുറിച്ചാണ്. നമ്മൾ കരുതുന്നതിനേക്കാൾ ഉപരിയായി നമുക്ക് വേണ്ടി കരുതുന്ന ദൈവ ഉയരത്തിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വിളിച്ചു പറയുന്നത്, വിശ്വാസത്തോട് വിളിച്ചു പറയുന്നത്, അനുഭവത്തോട് വിളിച്ചു പറയുന്നത്. ഹല്ലേലൂയ. ദൈവം നമുക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്, തലമുറയ്ക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. അവരുടെ ഭാവി എങ്ങനെ ആകുമെന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ തലമുറയുടെ ഭാവിയെ കുറിച്ച് നീ മനം തൊന്ന് വേദനപ്പെടണ്ട. ദൈവം കരുതി.
പ്രോപ്പർ ടൈമില് നിന്റെ കയ്യിൽ, ഞങ്ങളുടെ കയ്യില് കൊണ്ടെത്തിപ്പാൻ ദൈവം ശക്തനാണ്. അതിനെ വിശ്വാസത്തോട് നമ്മൾ പോകുമ്പോഴും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും നമ്മൾ ആഹാരം വെക്കുമ്പോഴും നമ്മൾ കിച്ചണിലായിരിക്കുമ്പോഴും ദൈവമക്കളെ നമ്മൾ ദൈവത്തോട് ആമേൻ ശത്രുവിനോട് പോരാടി എന്ത് ചെയ്യണം? അന്യഭാഷയിൽ പ്രാർത്ഥിക്കണം. പിശാചിന് അറിയാത്ത ഒരേ ഒരു ഭാഷ അന്യഭാഷയാണ്. ദൈവജനത്തോട് ഞാൻ വിളിച്ചു പറയട്ടെ, അന്യഭാഷയിൽ പ്രാർത്ഥിക്കണം. പ്രതികൂലം എവിടെ നിന്നും വരട്ടെ, അമേൻ. അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിൽ നിന്നായിരിക്കാം, അമേൻ. അല്ലെങ്കിൽ നമ്മുടെ തലമുറയിലായിരിക്കാം, സഹോദരവർഗത്തിൽ നിന്നായിരിക്കാം, നമ്മുടെ സഭയിൽ നിന്നായിരിക്കാം. പ്രതികൂലങ്ങളെ കാണുമ്പോൾ നാം എന്ത് ചെയ്യണം? ഒരു പടിയൂടെ ദൈവസന്നിധി മുന്നേറുവാൻ കരുത്തേറ്റെടുക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. സുനിത ജെയിംസ് സിസ്റ്ററെ, ഭാരപ്പെടണ്ട. തലമുറയ്ക്ക് വേണ്ടി ദൈവം കരുതി വെച്ചിരിക്കുന്നു. അത് ശ്രേഷ്ഠമായതാണ്, അത് ഉന്നതമായതാണ്. നീ ചിന്തിക്കാത്ത നിലയില് നീ ചിന്തിക്കാത്ത ചില മണ്ഡലത്തിൽ നിന്ന്, നീ ചിന്തിക്കാത്ത ചില മേഖലയിൽ നിന്ന് നീ ഹല്ലേലൂയ നെഞ്ചത്തടിച്ച് അത്ഭുതം ചെയ്യുമാറ് ഇതെങ്ങനെ സംഭവിച്ചെന്ന് ചോദിച്ചു നീ അനേകർക്ക് ഒരു വലിയ പ്രചോദനം. എന്തോ കേട്ടില്ലല്ലോ, എന്തോ സൗണ്ട് കേട്ടെ. ബേബി വല്ലതും പറഞ്ഞാണോ? ഹലോ, കണ്ടിന്യൂ ചെയ്തോ. വേറെ ഏതാണ്ട് ദൈവത്തിന്റെ നീതി ആമേൻ വെളിപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ. സിസ്റ്ററെ, ദൈവം തലമുറയുടെ വിഷയത്തിൽ അത്ഭുതം ചെയ്തിരിക്കുകയാണ്. വിശ്വാസത്തോട് ഇന്ന് പകൽക്കാലം അത് ഏറ്റെടുക്കുവാൻ ദൈവാത്മാവില് ആലോചന അറിയിക്കുന്നു. അതാ ശബ്ദന റിബല ബൗഡിക്കമനകതലവ. ആമേ സുനിത സിസ്റ്ററെ, ആമേ ചില വിഷയങ്ങള് കാണുമ്പോൾ പതറരുത്. ദൈവസനിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കുക കേട്ടോ. ജോലി മണ്ഡലത്തിൽ ചില പ്രതികൂലങ്ങളുണ്ട്, കുടുംബത്തിന് അകത്തളത്ത് ചില പ്രതികൂലങ്ങളുണ്ട്. എന്നിലെ അതിനെയൊക്കെ തരണം ചെയ്ത് നീ ഒരു കരുത്തേറ്റവളായി ഉടമനരകടകതലവ ആ മറിയെ പോലെ ക്രിസ്തുവിന്റെ കാൽക്കലിരുന്ന് ചിലത് നീ പൊറുക്കിയെടുക്കണം കേട്ടോ. അമ്മേ, സമയം കണ്ടെത്തണം ഈ ദിവസങ്ങളില്. എന്റെ ദാസി, അമ്മ ഈ ദിവസങ്ങളിൽ സമയം കണ്ടെത്തണം കേട്ടോ. പ്രാർത്ഥനയ്ക്ക് മുടക്കം വരരുത്. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുകയാണ്. തലമുറയെ തന്നവൻ ശക്തൻ, വിശ്വസ്തൻ. വിശ്വസ്തൻ. ഒന്ന് ആമീൻ പറയാൻ പറ്റുമോ? ചുടമനര ഘടകതലവ. തലമുറയെ തന്നവൻ വിശ്വസ്തൻ. അടര ദഗന റിഗന റിബനെ ശംദല ബൗഡിക. ആമേ ഷൈനി വിനോദ് സിസ്റ്റർ, തലമുറയുടെ വിഷയത്തിൽ തന്നെയല്ലേ കരഞ്ഞുകൊണ്ടിരിക്കുന്നേ? ദിവനര ഘടകസ്ഥല ബൗഡ. യെസ് ഓർ നോ? നമ്മൾ ഈ ഇങ്ങനത്തെ ഓൺലൈൻ ആകുമ്പോൾ നമുക്ക് എല്ലാവരെയും അങ്ങനെ അത്രത്തോളം മനസ്സിലാക്കാൻ പറ്റത്തില്ല. നിങ്ങൾ അവിടെ നിന്ന് പ്രതികരിച്ചെങ്കിലേ ശുശ്രൂഷയുടെ മുഖം ആത്മാവ് ചിലതൊക്കെ ചെയ്തു തരത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേ സിസ്റ്ററെ, ദൈവം ചിലത് ചെയ്തിരിക്കുക കേട്ടോ. 2026 8ാം മാസം തികയുന്നതിനിപ്പുറം നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി മഞ്ഞും മഴ അയക്കും. അമ്മേ, മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക, മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക, ആത്മാവിൽ പ്രാർത്ഥിക്കുക, വിശ്വാസത്തോട് പ്രാർത്ഥിക്കുക. യേശുവിന്റെ നാമത്തിൽ ജയം. ആമേൻ, ഹല്ലേലൂയ. വാർത്തയോട് പറയുന്നു, നീ പലതിനെ കുറിച്ച് വിചാരപ്പെടാതെ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ അവൾ പറയുകയാണ്, പുനരുത്ഥാനത്ത് നാളില് എന്റെ സഹോദരൻ എന്ത് ചെയ്യും? ഉയർത്തെഴുന്നേൽക്കും. അല്ല, നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. ആമേൻ, ഹല്ലേലൂയ. ഇതാ ലാസറിന് വേണ്ടി, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, മാർത്തയ്ക്ക് വേണ്ടി, മറിയയ്ക്ക് വേണ്ടി കരുതിയ ദൈവത്തിന്റെ കരുതല് ഇതാ കല്ലറയിൽ വെളിപ്പെടുകയാണ്. ആമേൻ, ഏറ്റവും സ്നേഹിച്ച ഭവനമാണ്. നമ്മളൊക്കെ വിചാരിക്കും നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നെന്ന്. നമ്മളെ ഓരോരുത്തരെയും അവന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചാക്കിയിരിക്കുന്ന നമ്മളെ സ്നേഹിക്കുന്ന ദൈവമാണ്, നമ്മളെ കരുതുന്ന ദൈവമാണ്. നമ്മുടെ കണ്ണ് നനയുമ്പോൾ ആമേൻ നമ്മുടെ കണ്ണുനീരിനെ ഒക്കുന്ന ഒരു ദൈവമാണ്. നാം കരയുന്നത് ഒരുപക്ഷെ നമ്മുടെ കുടുംബക്കാർ കണ്ടില്ലെങ്കിലും, നമ്മുടെ സഭാവിശ്വാസികൾ കണ്ടില്ലെങ്കിലും, നമ്മുടെ ദൈവദാസന്മാർ കണ്ടില്ലെങ്കിലും സ്വർഗം കണ്ടുകൊണ്ട് ആമേൻ വിഷയങ്ങളുടെ മേൽ
മേൽ വിടുതൽ തന്ന് നമ്മളെ ആദരിക്കുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ്യ. രക്തം ചെയ്യും. അവിടെ ചോദിക്കുന്നു, ആമേൻ നാറ്റം വെച്ചു കഴിഞ്ഞു, ആമേൻ ആള് വിട്ട് വിളിപ്പിച്ചിട്ടും ദൈവമേൻ യേശു വന്നില്ല. ചില വിഷയങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ സമയത്ത് വിടുതൽ നടക്കത്തില്ല. ദൈവമക്കളെ, നമ്മൾ വിശ്വസിക്കുന്നു, ആമേൻ ഹല്ലേലൂയ, ഇപ്പോൾ ഈ വിഷയത്തിന് വിടുതൽ ഉണ്ടാകണം, ഈ ആഴ്ചയിൽ ഈ വിഷയത്തിന് വിടുതൽ ഉണ്ടാകണമെന്ന് നമ്മൾ ചിന്തിക്കുന്നു. എന്നാൽ ഹല്ലേലൂയ, നമ്മൾ ചിന്തിക്കുന്ന സമയത്തല്ല ദൈവം ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. നാറ്റം വെച്ചപ്പോൾ കല്ലറയ്ക്കൽ, ഹല്ലേലൂയ, എവിടെയാണ് അവനെ വെച്ചിരിക്കുന്നത്? ഹല്ലേലൂയ, ആമേൻ കാണിച്ചു തരുവാൻ പറഞ്ഞപ്പോൾ യേശു കല്ലറയിൽ ചെന്നു. നാറ്റം വെച്ച ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവദാസിമാരെ, ദാസന്മാരെ, നിന്റെ കുടുംബത്തിലോ നിന്റെ തലമുറയുടെ ചില നാറ്റം വെച്ച വിഷയത്തിന് മേൽ ദൈവം എഴുന്നേൽക്കും. നിങ്ങൾ പ്രതികരിപ്പാൻ മനസ്സുള്ളവരാണോ? നിങ്ങൾ പ്രതികരിപ്പാൻ ദൈവസന്നിധിയിൽ ഹല്ലേലൂയ നിങ്ങളുടെ ഹൃദയം ഒന്ന് തുറന്നു കൊടുത്ത് ദൈവത്തിന്റെ സന്നിധിയിലോ, ആമേൻ, നാറ്റം വെച്ച ചില വിഷയമായി ഞാൻ ദൈവസന്നിധിയിൽ ആയിരിക്കുന്ന കർത്താവേ, ആ വിഷയത്തിൽ ഇന്ന് പകൽക്കാലം എനിക്ക് ഇപ്പോൾ തന്നെ അതിൽ വിഷയത്തിൽ വിടുതൽ ലഭിച്ചെന്ന് നിങ്ങൾ പ്രതികരിച്ചേറ്റെടുക്കുക. ഓ റിഷലറമ റിഖമന റബദലരബ ചൂടമന രഗടഗദല ബൗഡ. ആമേ, സൂസൻ ജേക്കബ് ആന്റി, ദൈവം തലമുറയുടെ വിഷയത്തിലോ ചിലത് പ്രവർത്തിച്ചിട്ടിരിക്കുക കേട്ടോ. വിശ്വാസത്തോടെ ഏറ്റെടുത്താ മതി, വിശ്വാസത്തോടെ ഏറ്റെടുത്താ മതി. നീ പ്രാർത്ഥന മുടക്കണ്ട, നിന്റെ ഉപവാസം നിർത്തരുത്. അടകരകതൽ നിന്റെ തലയെ വെള്ളം കൊണ്ടും നിന്റെ കണ്ണിനെ കണ്ണുനീര് കൊണ്ടും നിറച്ച് ദിവസങ്ങളിലോ അട്ടക്കല്ല, നിന്റെ തലമുറയ്ക്ക് മാത്രമല്ല, വഴിത്തലയ്ക്കൽ തളർന്നിരിക്കുന്ന പൈതങ്ങൾക്ക് വേണ്ടി ഈ ദിവസങ്ങളിൽ നിലവിളിക്കാം. നാമേൻ ദീപൽ പ്രൗഢകരകതല രക്ഷസ്ഥിര പ്രൗഢകര. ദൈവമക്കളെ, അനേക വിഷയങ്ങളുണ്ട്. നമ്മുടെ സമയത്തിന്റെ പരിധി കൊണ്ട് അമ്മ ഇനിയും വീണ്ടും അമേ പിന്നെ നല്ല അവസരം കിട്ടുമ്പോൾ അമേൻ അല്ലല്ലേ പറയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അനു അഭിലാഷ്, അമേൻ, ദൈവത്തിന്റെ ഒരു കൃപ കൂടെയുണ്ട് കേട്ടോ. അമേൻ, സാഹചര്യങ്ങള് പ്രതികൂലമാണ്, എന്നാൽ ആ സാഹചര്യത്തെ അധീനിക്കുവാനോ ദൈവത്തിന്റെ ശക്തി ഇന്ന് പകൽക്കാലം ഏറ്റെടുത്തോ. ദൈവം കരം പിടിച്ച് നടത്തും കേട്ടോ. ശരീരം ബലഹീനമാണെന്ന് തോന്നിയാലും ആത്മാവ് അമേൻ ഒരുക്കത്തോടെ നിന്റെ ജീവിതത്തിൽ ചിലത് ചെയ്യാൻ പോകുന്നു. വിശ്വാസത്തോടെ അത് ഏറ്റെടുക്കുവാൻ ദൈവാത്മാവിൽ ഓർമ്മപ്പെടുത്തുന്നു. യേശുവിന്റെ നാമത്തിൽ ജയം എടുക്കുന്നു. അമേൻ. ചൂടാരവ ലബാലവ ചന്ദല പൗഡ. അമേൻ. ലാലി സിസ്റ്ററെ, ഭാരപ്പെടണ്ട കേട്ടോ. മദർസ ഫെലോഷിപ്പിൽ പറഞ്ഞതുപോലെ തന്നെ വീണ്ടും ഇവിടെ ഓർപ്പിച്ചുണർത്തുന്നു. ദൈവം ചിലത് കരുതിയിട്ടുണ്ട് കേട്ടോ. ദൈവം ചില കൃപകൾ തന്ന് നിന്നെ പുറത്തു കൊണ്ടുവരാൻ പോവുകയാണ്. നീ അത് വിശ്വാസത്തോടെ ഏറ്റെടുക്ക. അമേൻ. കോപ റിഖലവല ചില പ്രതികൂലങ്ങൾ കണ്ട് അമേൻ അധൈര്യപ്പെടാതെ ധൈര്യത്തോട് മുന്നോട്ട് വരുവാൻ ദൈവാത്മാവ് ഈ പകൽക്കാലം ആഹ്വാനം ചെയ്യുന്നു. സൂസൻ രഞ്ജിത്ത്, ഭാരപ്പെടണ്ട. ദൈവത്തിന്റെ പ്രവൃത്തി തലമുറയിൽ വെളിപ്പെടും. 2026 വെളിപ്പെടും. വിശ്വാസത്തോടെ ഏറ്റെടുത്തു. ആമേൻ. ചുടാരവ. ദൈവത്തിന്റെ ആത്മാവ് പോഷ്കു പറയുന്നവനല്ല. അമേ, അവനിൽ എന്ത് അമേൻ ഊവേ എന്നോ ഇല്ല എന്നുമെന്ന് ദൈവാത്മാവ് ഓർപ്പിച്ചുണർത്തുന്നു. ഇന്ന് പകൽക്കാലം ഏൽപ്പിച്ചു തരട്ടെ. വേറെ സമയമായോ? ആയല്ലോ. യേശുവിന്റെ നാമത്തിൽ ഞാൻ പറഞ്ഞല്ലോ, സമയം ഒത്തിരി വേണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ആ കരുതുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടി ആമേൻ ഈ പകൽക്കാലം എഴുന്നേറ്റിരിക്കുകയാണ്. നമ്മളത് വിശ്വാസത്തോട് നമ്മുടെ ഏത് വിഷയമാണ് ആമേൻ അല്ലേ, എനിക്കറിയത്തില്ല നിങ്ങളുടെ ഏത് വിഷയങ്ങളാണെന്ന്, എന്നാൽ അറിയുന്ന ദൈവകരങ്ങളിലേക്ക് ഇന്ന് പകൽക്കാലം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്ക്. ആമേൻ. അവൻ നമ്മളെ ആമേൻ കരം പിടിച്ച് നടത്തും. ആമേൻ. നമുക്ക് വേണ്ടി ചിലത് കരുതിയിട്ടുണ്ട്. നമ്മുടെ കുടുംബത്തിന് വേണ്ടി ഏകരായി ഇറങ്ങി തിരിച്ചവർക്ക് വേണ്ടി ദൈവം കരുതിയിരിക്കുകയാണ്. ഭർത്താവ് ഒറ്റക്കിറങ്ങിയവരോട്, ഭാര്യമാർ ഒറ്റക്കിറങ്ങിയവരോട്, കുഞ്ഞുങ്ങൾ ഒറ്റക്കിറങ്ങിയവരോട് പറയട്ടെ, ദൈവം അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. പാട്ടുപാടിയ ദൈവ പൈതലിന് വേണ്ടി ദൈവം ചില പുതിയ വഴികൾ തുറക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആ കരുതുന്ന ദൈവത്തിന്റെ കൃപ അനുഭവിച്ചറിയുവാൻ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാൻ ഞാൻ പറയട്ടെ. കഴിഞ്ഞ ഹല്ലേലൂയ സെപ്റ്റംബറിലോ ആഗസ്റ്റ് ഒടുവില് എന്റെ തലമുറയ്ക്ക് ഞങ്ങളുടെ മകന് ജൂലൈയിലായിരുന്നു അവന്റെ കല്യാണം. അത് കഴിഞ്ഞ് അവര് സാനന്റാണി എന്ന് പറഞ്ഞ സ്ഥലത്ത് താമസിച്ച്
എന്നെ അങ്ങോട്ട് കൊണ്ടുപോകാൻ വന്നപ്പോൾ ഒരു വലിയ അനർത്ഥം ഉണ്ടായി. ഞാനിവിടെ ആന്റിയോട് പറഞ്ഞ് ഗ്രൂപ്പിൽ ഇട്ടതാണ്. എന്നാൽ പ്രൈസ് ലോർഡ് ദൈവമക്കളെ, ഞാൻ പറഞ്ഞല്ലോ സാക്ഷി ഒത്തിരി ഒത്തിരി ഉണ്ട്. അമ്മേ ഞാൻ ഒന്ന് തുടങ്ങിയതേ ഉള്ളൂ. പ്രൈസ് ലോർഡ്. എന്നാൽ അവിടെ നിന്ന് ആ ഫേസ് ടു ഫേസ് ഉള്ള ആക്സിഡന്റ് ആയിരുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ സഞ്ചരിച്ച വാഹനത്തില് മറ്റ് എതിർ സ്ഥാനത്തു നിന്ന് വന്ന് അവരുടെ ലൈനിലോട്ട് വന്ന് ഇടിച്ച് അമേൻ വാഹനം അമേൻ തരിപ്പണമായി പോയി. എന്നാൽ സ്വർഗം കരുതുന്ന ദൈവം ഞങ്ങളുടെ തലമുറകളുടെ പ്രാണനെ കരുതി കാത്തു. ആമേൻ. അനർത്ഥം വ്യസനകരണമാകുവാൻ ദൈവം അനുവദിച്ചില്ല. ആമേൻ. ഞങ്ങളുടെ മോന്റെ കൈ രണ്ടും ഒടിഞ്ഞ് അവൻ ആ കൈ ഹല്ലേലൂയ ഒടിഞ്ഞ കൈ കൊണ്ട് അവൻ ഹല്ലേലൂയ അവൻ ഡോറൊക്കെ ഇങ്ങനെ തുറക്കുവാനൊക്കെ നോക്കി സംഭവിച്ചു. ആരോ ഒക്കെയോ വിളിച്ചു, പോലീസും എല്ലാവരും വന്നു. എന്നാല് അവര് ബെൽറ്റ് കണ്ടിച്ചപ്പോ അവൻ ചാടി ഇറങ്ങി. അവന്റെ ഭാര്യയും കൂടെ ഉണ്ടായിരുന്നു. ദൈവമക്കളെ, അതിന്റെ 5 മിനിറ്റിന് മുമ്പ് അവന്റെ ഭാര്യയായിരുന്നു വണ്ടി ഓടിച്ചത്. ആ സമയത്തും അവളായിരുന്നെങ്കിൽ അവിടെ പലതും നടക്കുമായിരുന്നു. വണ്ടി കണ്ടവരൊക്കെ ചോദിച്ചു, ഇതെങ്ങനെ ഹല്ലേലൂയ ഈ കുഞ്ഞുങ്ങൾ രക്ഷപ്പെട്ടു? ദൈവത്തിന്റെ കരുതല്, ദൈവത്തിന്റെ സൂക്ഷിപ്പ്, ദൈവത്തിന്റെ വിടുതല്. ദൈവം അവരുടെ പ്രാണനെ താങ്ങി. പൈതൽ 3 മാസം ഹല്ലേലൂയ കംപ്ലീറ്റ് ആകുന്നതിന് മുമ്പ് ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യുവാൻ വാഹനം ഓടിച്ച് 1 മണിക്കൂർ ദൂരമാണ് അവന്റെ ജോലി. 1 മണിക്കൂർ ദൂരെ ജോലിയിൽ പോകുവാൻ ദൈവം അത്ഭുത വിടുതൽ അവന് കൊടുത്തു. വലിയ മെറിക്കല് അവന്റെ ജീവിതത്തിൽ ദൈവം ചെയ്തു. ആന്റിയൊക്കെ നിങ്ങൾ അറിഞ്ഞവരൊക്കെ പ്രാർത്ഥിച്ചാണ്. എല്ലാവർക്കും ദൈവനാമത്തിൽ നന്ദി അറിയിക്കുന്നു. എന്നെ ഈ ഫെലോഷിപ്പില് ക്ഷണിച്ച ആന്റിയോ കുടുംബത്തോടും ഈ അമ്മ കടന്നു വന്ന എന്നെ കേട്ട എല്ലാ ദൈവമക്കൾക്കും ദൈവനാമത്തിൽ യേശുക്രിസ്തുവിന്റെ നാമത്തില് നന്ദി അർപ്പിക്കുന്നു. വീണ്ടും ഇനി അവസരം കിട്ടുമ്പോൾ ബാക്കി ഇങ്ങനെ പറയും. ഇങ്ങനെ കണ്ടിന്യൂ പറയുവാണെങ്കിൽ ഒരു കുറെ മണിക്കൂറുകൾ വേണം. ഒന്നും നാളെയും കൊണ്ട് തീരത്തില്ല. അതുകൊണ്ട് അനുവദിച്ചു തന്ന സമയത്തിന് നീണ്ടുപോയെങ്കിൽ ക്ഷമിക്കുക. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഓർക്കുമ്പോ ഒക്കെ എന്നെയും എന്റെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. അടുത്ത ദിവസം യാത്ര ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ദൈവ മക്കളുടെ പ്രാർത്ഥനയെ ചോദിച്ചുകൊണ്ട് ദൈവനാമത്തിൽ താണിരുന്നു വിളിക്കുന്നു.